أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين شتان بين من يستدل به أو يستدل عليه. المستدل به عرف الحق لأهله فأثبت الأمر من وجود أصله. ശത്താന എന്ന് പറഞ്ഞാൽ ബറുദ, വളരെ ദൂരത്താണ്. വലിയ ദൂരം വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഇപ്പൊ ജനങ്ങളെ അള്ളാഹുവിന്റെ പടപ്പുകളെ രണ്ട് തരാക്കിച്ചാ തിരിച്ചത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലാന ആദ്യം അറിയും, അറിഞ്ഞതിന് ശേഷം അള്ളാഹു തആലാന പടപ്പുകളെ പിന്നെ അറിയും. ആദ്യമായിട്ട് അള്ളാഹുവിനെ അറിഞ്ഞു, അതിനുശേഷമാണ് പടപ്പുകൾ അറിയുന്നത്. രണ്ടാമത്തൊന്ന്, അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, പടപ്പുകൾ അറിയും. പടപ്പുകൾ അറിഞ്ഞിട്ട് പടപ്പുകളിൽ കൂടി ഉണ്ടാകും ദലീല് പിടിച്ചിട്ട് അള്ളാഹുവിനെ കണ്ടെത്തും. ഇങ്ങനെ രണ്ട് മർത്തബക്കാരാണ് ഇവർ. രണ്ടുപേരും മർത്തബയിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നാ പറയുന്നത്. രണ്ടാളും ഇതുപോലെയല്ല. ശത്താന ഐ ബറുദ, വളരെ ദൂരത്താണ്. മാ ബൈന മൻ യസ്തദില്ലു ബിഹി, അള്ളാഹുവിനെ കൊണ്ട് വസ്തുക്കളെ മേലിൽ ദലീല് പിടിക്കുന്നവരുടെ ഇടയിൽ. എന്തിനിടയിൽ? അലല്ലക്കിയാർ, വസ്തുക്കളെ മേലിൽ. അതായത് അള്ളാഹു തആല ഉണ്ടായത് കൊണ്ട് വസ്തുക്കളുണ്ട്. ദലീല് പിടിക്കുന്ന ആളെന്താ ചെയ്യല്? വസ്തുക്കൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇതിന്റെ പിന്നിൽ അള്ളാഹു ഉണ്ട്. ആവശ്യം നന്നായിട്ട് വിശദമായിട്ട് ബാബന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കൂട്ടരോട് പറയുന്നത് എന്താണ്? അള്ളാഹു തആല തന്നെ സാക്ഷിയാക്കിയ പോലെ എന്നാണ്. രണ്ടാമത്തെ വിഭാഗത്തിനോട് പറഞ്ഞ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിനെ നോക്കുന്നില്ലേ? അതിന്റെ പഠിത്തത്തിൽ കൂടി ആ ഒട്ടകത്തിന് ആ രീതിയിൽ പടച്ച അള്ളാഹു നിങ്ങൾ കണ്ടെത്തുണ്ട്. നമ്മൾ വ്യത്യാസം കണ്ട വഹും, അവരാരാണ്? അൽ മുറാദൂനൽ മജ്ദൂബൂന. അവരെ സംബന്ധിച്ച് പറയാൻ രണ്ട് ഇബാറത്താണ്. ഒന്ന് മുറാദീങ്ങൾ അല്ലെ മജ്ദൂബീങ്ങൾ, മറ്റേ എന്താ പറയല്? സാലിഹീങ്ങൾ, മുരീദീങ്ങൾ എന്ന് പറയും. മുറാദ് അല്ലാഹു തആല അവർ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഒരാൾക്കാർ എന്നെ പടച്ചെന്നാൻ എന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടി ഞാൻ എന്നെ പടച്ചതാണ്, മറ്റാവശ്യത്തിൽ നിന്നല്ല. വാനഖ്തർതു കലിമാ യൂഹാ എന്ന് പറഞ്ഞില്ലേ മൂസാ അലൈഹിസ്സലാമിനോട്? ഞാൻ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെ സുലൂക്ക് ചെയ്തിട്ടോ മറ്റെന്താക്കിയിട്ട് ആ മർത്തബ കരസ്ഥമാക്കുന്ന എല്ലാ മർത്തബ അല്ലാഹു തആല അവൻ തന്നെ നടത്തുന്നതിന് അതിന് തന്നെ കൊടുക്കുന്നതാണ്. ഇത് നീ എടുത്തോന്ന് പറയും. അതാണ് മുറാദിങ്ങൾ. മജ്ദൂബൂനാന്നും പറയും. മജ്ദൂബീങ്ങൾ എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാർ അർത്ഥം വെക്കരുത്. ഇന്ന് ഈ കാലത്ത് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മജ്ദൂബ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്ന് അർത്ഥം കൊടുത്തു. അങ്ങനെ അർത്ഥമില്ല. അള്ളാഹുവിന്റെ മക്കൾ ഇന്ന് മുവാജഹത്തിന്റെ അൻവാർ ഓർക്ക് നൽകപ്പെട്ടു എന്നാണ്. സാലിഹ്യങ്ങൾക്കോ തവജ്ജുഹിന്റെ അൻവാർ അള്ളാഹുത്താൽ നൽകിയിട്ട് അതിൽ കൂടി ഒരു പടിപടിയായിട്ട് തീർച്ച നമുക്ക് പോക്കും. മറ്റേതാകും എതിരേക്കാനുള്ള, അവർ എതിരേറ്റ് സ്വീകരിക്കാനുള്ള മുവാജഹത്തിന്റെ അൻവാർ ഓർ ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നല്ലാണ്ട് അതുകൊണ്ട് ഭ്രാന്തണ്ട് എന്ന് അർത്ഥം കിട്ടൂല. മജ്ദൂബീങ്ങളിൽ ഏറ്റവും വലിയ മജ്ദൂബാര സയ്യിദുൽ മജ്ദൂബീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇന്നാളൊരു മലയാളി ചോദ്യാച്ചല്ല. അപ്പൊ അമ്പിയാ മർദ്ദനികൾക്കൊക്കെ ഭ്രാന്തന്മാരാണെന്നാണ് നിങ്ങൾ പറഞ്ഞതിന് അർത്ഥവും. അങ്ങനെ അർത്ഥയിലല്ല. ഭാഷാപത്തിലുള്ള ഇസ്ലാഹിയ ആനിയിലുമില്ല. മുവാജഹത്തിന്റെ അൻവാർ ഓർക്ക് വന്നു. മറ്റോട് സുലൂക്ക് ചെയ്യുന്നവളും സാലിക്ക് മജ്ദൂബ്. സാലിക്ക് എന്താ ഉണ്ടാകി? അൻവാറും തവജ്ജുഹും ഉണ്ടാവും. അള്ളാഹുവിലേക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രകാശം. മറ്റവർക്ക് മജ്ദൂബീങ്ങൾക്ക് അള്ളാഹുവിന്റെ മുവാജഹത്തിന്റെ അൻവാർ ഓറ കുടികൂടി. സാലിക്ക് മുഹിബ്ബായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മജ്ദൂബ് എന്താകും? മഹബൂബായിട്ട് അള്ളാഹുവിൽ ഏറ്റെടുത്തിരിക്കുന്നു. അല്ല ഹദീസിലുള്ളത് ഹത്താ ഉഹിബ്ബഹു എന്നല്ല ആയത്ത് പറഞ്ഞത്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. അത് സുലൂക്കിനകത്ത് ഇബാറത്താണ്. ഫർദിന്റെ കാര്യങ്ങളെ കൊണ്ടുള്ള സുലൂക്ക്, പിന്നെ അതിനപ്പുറം മുസ്തഹബായ കാര്യങ്ങളെ കൊണ്ടുള്ള സുലൂക്ക്. കഴിഞ്ഞ എത്ര പറഞ്ഞ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെയാണ്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ അള്ളാഹു തആല മുഹിബ്ബാണ്, ഹു ആരാണ്? മഹബൂബാണ്.
അപ്പൊ ഞാൻ മൊഹിബും അവനെ മെഹബൂബാക്കി വെക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അൻവാറുൽ മുവാജഹത്ത് ഓനിലേക്ക് ചൊരിയുന്നത് വരെ തന്നെ. അങ്ങനെ ചൊരിഞ്ഞപ്പോ ഇത് അഹബത്തുഹു മുവാജഹത്തിന്റെ അൻവാർ അവന് ചൊരിഞ്ഞ് അവനവനെ മെഹബൂബാക്കി വെച്ചാൽ ശേഷം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഹഖീഖത്ത്. അമലം തന്നെ എനിക്ക് ഒറ്റ എല്ലാവർക്കും അമൽ ചെയ്യാനുള്ളത് ശരീരത്തല്ലാത്ത വേറെ പണിയില്ലല്ലോ. ഇവിടെ ഇസ്ലാം ദീനല്ലാത്ത വേറെ മാർഗേ ഇല്ലല്ലോ. സിംഗിൾ വേലല്ലാതെ രണ്ടാമത്തിന് മാർഗം ഇല്ലേ ഇല്ലല്ലോ. പക്ഷേ ഷൗക്കലും നോക്കിലും വ്യത്യാസം ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ഷാഫി ഇമാം മുതൽ ലോകത്തുള്ള ഔലിയാക്കൾ നിൽക്കിട്ട് അതേ 5 നേരത്തെ നിൽക്കാനും 17 റക്അത്ത് തന്നെ അതേ ഷർത്തും പുറത്തും എല്ലാം തന്നെയാണല്ലോ. ഏഴ് വ്യത്യാസത്തിലല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ നിൽക്കാറെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കച്ചവടം ചെയ്യുന്നുണ്ടാവും. നമ്മൾ തടി ഇങ്ങനെ നിൽക്കും പോലെ കാട്ടുന്നും ഉണ്ടാവും. അവർ മനസ്സാദം തന്നെ ആ മഹബൂദിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബാക്കി പ്രവർത്തനം നടത്തുന്നത്. അപ്പോ ആ കേന്ദ്രീകരണത്തിന് ശേഷം ലാഹിറായ പ്രവർത്തനങ്ങൾ ഓർ അതിനൊപ്പിച്ചുണ്ടാക്കിയേ കൊണ്ടു. നമ്മൾ ലാഹിറായ പ്രവർത്തനം ഉണ്ടാക്കിയിട്ട് മനസ്സിനെ വിളിച്ചു വരുത്താൻ വേണ്ടി കമ്പേഴ്സ് വിളിച്ചാലും ബിരുദം കിട്ടുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ റമളാൻ മാസം നോക്കുമ്പോൾ തന്നെ ഓർമ്മ നോക്കേണ്ടത് വേറൊരു വ്യത്യാസം ആയിരിക്കില്ല. ഹവാസാല റാമല്ലാതെ നിസ്കാരം നോമ്പ് സുഹൃത്തും പുറത്തും എല്ലാം ഒന്ന് തന്നെ. പക്ഷെ നമ്മ മുസല്ലി എന്ന് പറയാം. ഒരു പക്ഷേ അവർ മുഖീമുസ്സലാത്ത് പേരുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. നമ്മളെ പേരെന്താണ് മുസല്ലി, മറ്റോറോ മുഖീമുസ്സലാത്ത്. ഖുർആൻ പറഞ്ഞത് അവർ മുഖീമീന സലാത്താണ്, അവർ മുസല്ലൂന സലാത്താന്ന് എല്ലാവരും. അല്ലാഹുത്താല ആവശ്യപ്പെട്ട നിസ്കരിക്കുകയെന്നല്ല നിക്കാമത്തു സലാത്തിനാണ്. അത് ഹിക്മത്തന്നെ മുസല്ലിം പറയും. ഫമാകുല്ലു മുസല്ലിം മുഖീമിന് ഇബാറത്തന്നെ വരുന്നുണ്ട്, മസ്ജിദിൽ തന്നെ വരും ഹിക്മിന്. ഫമാകുല്ലു മുസല്ലിം മുഖീം, മുസല്ലിയായി എന്ന് പറഞ്ഞാൽ മുഖീം ആയിക്കൊള്ളുന്നില്ല. മുഖീമു സലാത്ത് തന്നെ ഇത്ര കാര്യം എന്താ ഓതിക്ക് അർത്ഥം വെച്ചത്? അല്ലദീന യുഖീമൂന സലാത്ത് അല്ലദീന യുസല്ലൂന സലാത്ത് എന്ന് എവിടെയും പറഞ്ഞില്ലല്ലോ. അമലെല്ലാം തന്നെ ഇരിക്കും. പക്ഷെ മറ്റവർക്ക് അൻവാറും മുബാദഹത്ത് നേരത്തെ നോക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇവർക്ക് അമൽ ചെയ്തിട്ട് അർഹനാന്ന് കാണുമ്പോൾ അള്ളാഹുത്തല വെച്ച് കൊടുക്കലായിരിക്കും. അതാ തമ്മിൽ വ്യത്യാസമുള്ളൂ. ചിലപ്പോൾ തുളുക്ക് അങ്ങനെ നടക്കുന്നുണ്ടാവും, ഒരു തുറക്കും ഉണ്ടാവില്ല. പണി അങ്ങനെ വെച്ച് രണ്ട് പുല്ലുപോലെ വെളുക്കും. പക്ഷെ അമലിന്റെ ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. അതാ വഹുൽ മുറാദൂനൽ മജ്ദൂബൂന ഇലൈഹി അല്ലദീന ഹും മിൻ അഹ്ലി ശുഹൂദിന്റെ അഹലുകാരാണ്. ആ ശുഹൂദിന്റെ അഹലുകാർ എങ്ങനെയാകാം? ഇമ്മബത്തിദാഅൻ, ഒന്നെങ്കിൽ ആൾ തന്നെ അല്ലാഹു തആലന്റെ വക്കം തറ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ സുലൂക്ക് മുൻകഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്ര തന്നെ മജ്ദൂബായി ഉണ്ടാവും. മജ്ദൂബിന് പ്രാണനാക്കം വെച്ചിട്ടല്ലേ ലോകം തിരിയാത്ത കൂട്ടറിൽ നിന്നും. വൈമാബാദ സുലൂക്കി, ചിലപ്പോ സുലൂക്കിന് ശേഷമായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ 4 തരക്കാറായി. ഒന്നാദ്യം തന്നെ മജ്ദൂബായി ജദബി തന്നെ കൈകൂടപ്പെടുന്ന ആളുണ്ടാവും. അവിടുന്ന് സുലൂക്കിലേക്ക് തിരിച്ചു വരാത്തവര്. മറ്റുണ്ടാവും ആദ്യം തന്നെ ജദബിലുണ്ടാകും, അതോടൊപ്പം തന്നെ സുലൂക്കോടുകൂടി സുലൂക്ക് അതിനോട് താപിയച്ച് വന്നിട്ടുണ്ടാവും. ഒരു സാഹിബിന്റെ ഹരികാറായിട്ട്. മറ്റൊരു കൂട്ടർ ഷാലിക്കാറ്റ് മാത്രം കഴിഞ്ഞുണ്ടാകും. അൻവാറുൽ മുബാദഹത്തൊന്നും കിട്ടിയിട്ടേ ഉണ്ടാവില്ല. എത്ര കാലമായി എന്തെല്ലാം ഒതുക്കി തീർക്കുന്നു. ഒരു ഓറ് ചെല്ലുമ്പോൾ ഞാൻ ഒരാൾക്കും ചെല്ലാൻ കഴിയില്ല. അത്രത്തെത്തി ചെല്ലുന്നുണ്ടാവും, അത്ര അനുസരിക്കുന്നുണ്ടാവും. ഒറ്റ ഫനാലിനായ്മാൽ ഒഴിവാക്കുന്നുണ്ടാവില്ല. പക്ഷെ മുബാദഹത്തിന്റെ അൻവാറിന് റൗക്കൊന്നും ഓർക്കില്ല. ചിലക്കെന്താക്കും ഈ സുലൂക്കിനോടൊപ്പം തന്നെ റൗക്ക് കിട്ടപ്പെട്ടവരും ഉണ്ടാവും. അതെത്ര ഈ 4 വിഭാഗം. അങ്ങനത്തൊന്നും ഇസ്ലാമിക് തസവ്വുറല്ലല്ല. സുലൂക്കില്ലാതെ വെറും ജദബ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മർഫൂൽ കലമായിട്ട് അവിടെ അങ്ങനെ തന്നെ അതാണ് ഹദറത്തിൽ കൂടുതൽ. പക്ഷെ അവർ സഹബില്ലാത്ത രീതിയിലാണെങ്കിൽ അവർക്കൊരു ഹുക്കുമില്ല, ഇങ്ങനെ കിടക്കും വെറും ജദബിന്. അവരെ സംബന്ധിച്ചിടത്തോളം മർഫൂൽ കലമാണ്. ജദബും സുലൂക്കും കൂടെ സുഹൃവതിമാണെന്നുണ്ടെന്ന് ആടുന്ന ജദബാത്തിൽ നിന്നുള്ള ഒരു ദൗക്ക് കൊടുത്തതിന് ശേഷം സുലൂക്ക് ജയിപ്പിച്ചാൽ ഇവർ അമലി ചെയ്യാൻ ലക്ഷ്യബോധത്തോടു കൂടിയായി. അവർക്കാണ് 1-ാം പദവിയിലാണ് ഓർമ്മ കൊണ്ടുപോകുന്നത്. അപ്പം ജദബ് മത്തുബുവായി സുലൂക്ക് അതിന് ശേഷം താപിയായിട്ട് വന്നു. അപ്പൊ എന്തായി ഇങ്ങനെ തുടങ്ങാക്കിയതിന് ആദ്യം സുലൂക്ക് അർത്ഥലാക്കി വെച്ചിട്ട് ജദബ് താപിയായിട്ട് വരുന്നതിന് നേരെ അർത്ഥയിലുണ്ടാവും.
വെറും ജലപാത്തിൽ മാത്രം കഴിഞ്ഞു കൂടിയിട്ട് ദുഞ്ഞാവ് ആഖിറ ഒന്നും കഥയില്ലാണ്ട് ഇങ്ങനെ നായ്മന്റെ മാതിരിയാണെങ്കിൽ മറ്റെല്ലാ അപേക്ഷയിലേക്ക് നോക്കിയാൽ ഓർക്കുന്നുണ്ട് ജദുബിന്റെ പദവിയുണ്ട് എന്ന് പറയാന്നല്ലാണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വലിയ ഒരു പൗറും ഓർക്കുണ്ടാവില്ല. പറ്റ ദുഞ്ഞാവിലെ ഈ കെട്ടിത്തിരിയുന്ന പുറത്തിന്റെ ഹലുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ എന്തുണ്ട് അവർക്ക് നല്ല പദവിയാന്ന് പറയാം. അതല്ലേ അതിനുദ്ധരിച്ചുകൊണ്ടാണല്ലോ ഇവർ പറഞ്ഞത്, സുഹൃത്തിമാറിയാണ് അടിയാറങ്ങൾ പറഞ്ഞത്. എന്നെ സ്വർഗത്തിലെ ജനിപ്പിച്ചിട്ട് ചെറുപ്പത്തിൽ തന്നെ നീ സ്വർഗത്തിൽ ഹോറമിൽ തന്നെ കൂടെ നീ താമസിച്ചോന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പതിയല്ല. ദുഞ്ഞാവിന് വന്നിട്ട് നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്ത് നല്ലോണം സുലൂക്കും ചെയ്ത് രാത്രി ഉറക്കൊഴിച്ച് പകരം നോമ്പും നോക്കി അള്ളാഹു തആലക്ക് കൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ട് എനിക്ക് കിട്ടേണ്ടി വരും. എന്നാലേ എന്റെ മട്ടം പോലെയാവുള്ളൂ. സ്വർണം കിട്ടാനല്ല ഈ പണി. കുട്ടിക്കാലത്ത് തന്നെ എനിക്കൊരു പാപമില്ല, നേരെ ആ സ്വർഗത്തിലെ വിന്താന്റെ കൂട്ടത്തിൽ കുളിക്കൊന്നും തന്നെ ഏൽപ്പിച്ചാൽ അത്ര തൃപ്തിയല്ല. അപ്പൊ എന്നെ തൊട്ടാണ് മഹലൻ ജദബിൽ മാത്രം കഴിഞ്ഞു കൊടുത്തതിന് വലിയ മഹിമയില്ലാന്ന് കാണിക്കാനാ ഈ ഭാഗത്ത് കൊണ്ടാകുന്നത്. ഇനിയും ജദബിന്റെ അംശമുണ്ട്. ഇവർക്ക് സഹവും ബാക്കിയുണ്ടെങ്കിൽ സുലൂക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരാണ്ടിരിക്കുകയും ചെയ്യൂല. എന്തെങ്കിലും സുലൂക്ക് ചെയ്യാണ്ടിരിക്കാൻ കഴിയൂല. അപ്പൊ അഹദി സുഹൂദിന്റെ അധികാരിൽപ്പെട്ടു. ഒന്നിക്കൽ ഇബ്തിദാഅൻ തുടക്കം തന്നെ അതാണ്. അഭ്യാവൃത്തികളൊക്കെ പദവി അതാണ്. ഇമ്മാബാദ സുലൂക്കിന് ശേഷം അങ്ങനെയാവാം. സുലൂക്ക് ചെയ്തതിന് ശേഷം സുഹൂദിന്റെ ആയി മാറലുണ്ട്. അതാരാണ് ബഹുമുൽ ആരിഫൂൻ, അവരാണ് അൽ ആരിഫീങ്ങൾ. ഫഇന്നഹും ലാ യശ്ഹദൂന ഗൈറ മൗലാഹും, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അവർ സുഹൂദ് ചെയ്യൂല. വയസ്തദില്ലൂന ബിഹി, എന്നിട്ട് അല്ലാഹു മുഖേന ദലീല് പിടിക്കുകയാണ് അലൽ അശ്യാക്കളുടെ പേരിൽ. ഇവിടെ ആ കൂട്ടിട്ടാ പറഞ്ഞത്. ആ ഉയസ്തദില്ലു അലൈഹിനോ ഒന്നിക്കില്ല അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അതല്ലേ. സാധാരണ ശത്താനായിട്ട് പറഞ്ഞ വാവ ഇടേണ്ടത്. ഇത് രണ്ട് വിഭാഗത്തെ ഉണ്ടും, രണ്ട് തരക്കാറുണ്ട്. ഇതിന്റെയും ഇതിന്റെ ഇടയിൽ വളരെയധികം റുക്കുബയിൽ വ്യത്യാസമുണ്ടെന്നാണ് ഒന്നാമത്തെ കൂട്ടർ സ്ഥാനം നേറിയവരാണെന്ന് പറഞ്ഞത്. അഭിമാനൽ വാബീന്ന് മുപ്പത് തെളിവിൽ കൊടുത്തത്. യസ്തദില്ലു അലൈഹി, അള്ളാഹുവിന്റെ മേലിൽ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് നിലയിൽ ഓടിക്കുന്നു. അതാരാബഹുൽ മുരീദൂന താലിക്കൂന. മുരീദൂന മുറാദൂന ഓപ്പോസിറ്റ് മദ്ലൂബികളൊപ്പരാണ് താലിക്കീങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ അഹ്ലുല്ലാഹി തആല അലാ ഖിസ്മൈനി, അല്ലാഹു തആലാന്റെ അഹ്ലുകാർ രണ്ട് കിസ്മായി. മുറാദീന വ മുരീദീന. ഒന്നാമത് പറഞ്ഞത് മുറാദീങ്ങൾ, മറ്റേത് മുരീദീങ്ങൾ. ഒന്ന് ഇസ്മു ഫായിലാണ്, ഒന്ന് ഇസ്മു മഫ്ഊലാണ്. മജദൂബീന താലിക്കീന അപ്പുറം പറയും. മജദൂബീന ബഹുമഹദി ശുഹൂദ് താലിക്കീന രണ്ട് വിഭാഗമില്ലേ. ഫൽമുരീദൂന താലിക്കൂന ഫീ ഹാലി സുലൂക്കിഹിം മഹജൂബൂന അൻ റബ്ബിഹിം. താലിക്കീങ്ങളും മുരീദുമാരുമായ ഈ അടിയിലെ പറയുന്നുണ്ട് മൻ യസ്തദില്ലു ബിഹി അലൈഹി എന്ന് പറഞ്ഞ വിഭാഗം. അവരുടെ സുലൂക്കിന്റെ അവസ്ഥയിൽ മഹജൂബീങ്ങളാണ് റബ്ബിനെ തൊട്ട്. എന്താ കാരണം? ബിറുഇയത്തിൽ അഗ്യാർ വൽ ആതാർ വൽ അഖ്വാനി വൽ അഖ്വാനു ളാഹിറത്തുൽ ലഹും മൗജൂദത്തുൽ ലദൈഹിം. അഗ്യാറും ആതാറും അവർ കാണുന്നു. അഗ്യാർ എന്ന് പറയും അല്ലാഹു അല്ലാത്ത ഖൈർ, അവരെയും കാണും, അവർ അമാലിനെയും കാണും. അപ്പൊ പറക്കിലുണ്ടാകല് പിന്നെ അള്ളാഹു തആല വർക്കത്താക്കി തരട്ടെ, ആമീൻ. അള്ളാഹു ആഫിയത്തിലാക്കി തരട്ടെ, ആമീൻ. ആതാറുകളെയും അവർ കാണും മാത്തിന്റെ കണ്ണിന് മുമ്പായി. അക്വാനുകളോ നാഹിറത്തുല്ലഹും മൗജൂദത്തുല്ലദൈഹിം, അവരുടെ മുമ്പിൽ അക്വാന് ഈ പടക്കപ്പെട്ട വസ്തുക്കള് ലാഹിറായിട്ട് മൗജൂദായിട്ട് അവർ മുമ്പിൽ കാണുന്നുണ്ടാവും. വൽ ഹഖു ഗൈബുൻ അൻഹു, ഹഖ് സുബ്ഹാനഹു തആലയോ അവരെ തൊട്ട് ഗൈബുവാണ്. ഫലം യറൗഹു, അല്ലാഹുവിനെ കാണൂല. കാണാത്തതാണ് ഫഹും യസ്തദില്ലൂന ബിഹാ അലൈഹി ഫീ ഹാലി തറഖീഹിം. അപ്പോൾ അഷിയാക്കളെ ഈ അക്വാനുകൾ ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന്റെ മേൽ അവർ ദലീല് പിടിക്കുകയാണ്. അവർ തറക്കി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ട് ഇങ്ങനെ കയറിപ്പോക്കാണ്. അവർ തറക്കിയപ്പോൾ സാധാരണ തർത്തീബ് എങ്ങനെ ഉണ്ടാകല്? ശുഹൂദുൽ അഫ്ആൽ ഉണ്ടാകും, ശുഹൂദുൽ അസ്മാ ഉണ്ടാകും, ശുഹൂദു സിഫാത്ത് ഉണ്ടാകും, ശുഹൂദു ദാത്തും ഉണ്ടാകും. ഇങ്ങനെ പടിപടിയായിട്ട് കയറിപ്പോക്കും. അതാ തറക്കി. ഇനി മറ്റൊരു സുലൂക്കിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തദല്ലീനാണ് പറയാം, മുകളെയും താഴേക്കാ വരും. അതിന്റെ വലിയ വിശദീകരണം ലാസ്റ്റ് പറഞ്ഞു. അവരിങ്ങ് മടങ്ങി വരുമ്പോ ഇവനങ്ങ് പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും. കണ്ണൂർ പോയിട്ട് ആവശ്യമില്ലെങ്കിൽ എനിക്കാ തിരിച്ചു വരുന്നത്. ഇവിടുന്ന് ഒരാൾ പുറപ്പെടുന്നേ ഉള്ളൂ. പുറപ്പെടുന്ന ആളെ ചിലപ്പോൾ തളിപ്പുറമ്പിൽ വെച്ച് കണ്ടുമുട്ടും. അപ്പൊ അച്ഛനെ ബൈക്ക് വരണം നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നു.
ഇന്ന് ഞങ്ങൾ പോകുന്ന ആള് ഗാലിവാരായിട്ട് പോകുന്നേ ഉള്ളൂ, രണ്ടാമത് എനിക്ക് കണ്ടുമുട്ടുന്നുണ്ടാവും. വൽ മുറാദൂന, അതൊന്നാമത്തെ വിഭാഗം. വഹുമുൽ മജ്ദൂബൂന, അവരെ മജ്ദൂബികളാണ്. വാദഹുമുൽ ഹഖ് സുബ്ഹാനഹു വ തആല ബിവജ്ഹിഹിൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുബാദഹത്ത് ചെയ്തു. നിങ്ങൾ വരിന്ന് പറഞ്ഞിട്ട് ഫതഅറഫ ഇലൈഹിം, അവർക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയാണ്. ഇനി പടപ്പോളം നോക്കി പരിചയപ്പെടാൻ നിൽക്കണ്ടാണ്. ഫഅറഫൂഹു, അവർ അല്ലാഹുവിനെ അറിഞ്ഞു. വൻഹജബത്ത് അൻഹുമുൽ അഗ്യാർ, അപ്പൊ ഗൈറെല്ലാം മൂടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഫഹും, അവർ യസ്തദില്ലൂന ബിഹി, അല്ലാഹുവിനെ കൊണ്ട് ദലീല് പിടിക്കുന്നു. അലൈഹ, നിന്റെ വല്ല അഷിയാക്കളുണ്ടല്ലോ. അല്ല അസാനിഫ് റളിയല്ലാഹു അൻഹു മുസന്നിഫിനെ ആദ്യം കണ്ട് നിങ്ങൾ അസാനിഫ് ഒന്ന് കാണിച്ചാൽ നട്ടേന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഈ ആലി തദല്ലി നേരത്തെ ആലി തറക്കി എന്നിങ്ങനെ അങ്ങോട്ടേക്കാണ്. മറ്റൊരു തദല്ലി മുകളിൽ താരെ ഹാലിക്കലിന് മഹ്ലൂക്കിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. എപ്പോഴും ഇബ്തിദാഇൽ മജ്ദൂബികളാണെങ്കിൽ അവർ ഇങ്ങോട്ട് തദല്ലി ഇങ്ങോട്ടാണ് ഉണ്ടായിരുന്നു. ഔബാദ സുലൂക്കിയും, അല്ല സുലൂക്കിന് ശേഷമാകും. ഇൻകാനോ മിൻ അഹ്ലിഹി, സുലൂക്കിന്റെ അഹ്ലിയായിപ്പെട്ടവരാണെങ്കിൽ. അപ്പൊ ഇപ്പം തന്നെ രണ്ടു പേർക്കറി വഹുമുൽ ആരിഫൂൻ ഫഇന്നഹും, അവരും മിൻ അഹ്ലിൽ ജദ്ബിന്റെ അഹ്ലിയാർ തന്നെയാണ്. സുലൂക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മ ഇബ്തിദാഅൻ വ ഇമ്മ ബാദ സുലൂക്കി അയ്വൻ. പക്ഷേ ലാകിൻ ലിശിദ്ദതി തമക്കുനിഹിം ഫീ അഹ്വാലിഹിം ലാ യദ്ഹറു അലൈഹിം, അവർ അഹ്വാലിന് ശരിക്ക് തമക്കുനായി മുറുകപ്പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞ കാരണത്താൽ ഈ ജദബ് അവരിൽ പെട്ടെന്ന് ലാഹിറായി കാണൂല. ജദബ് അങ്ങനെ നദിക്ക് നടക്കുന്നുണ്ടാവും. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഉപയോഗിച്ചില്ലേ, മറ്റുള്ള ആളുകളുടെ നിങ്ങൾ തമ്മിൽ കൊത്തിപ്പൊളിയൊരു വറവറക്കലൊന്നും കാണാത്ത, നിങ്ങൾക്കൊരു അടക്കവും കാണുന്നില്ല. നോമ്പറന്താ പറഞ്ഞ് വത്തറജിബാല തഹ്തബുഹ ജാമിദത്തമായി തമുറു മർറ സഹാബ്, പർവ്വതങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അതും നിശ്ചലമായി നിൽക്കുകയാണെന്ന്. പക്ഷെ അതിന് സഞ്ചാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറിയ നിസ്സാരമായ സാധനം ഇങ്ങനെ പറക്കുന്നതാണെങ്കിൽ വലിയ സാധനം നീക്കം കാണുന്നില്ല. അങ്ങനെ അത് സെക്കൻഡ് സൂചിയും മണിക്കൂർ സൂചിയും നോക്കിയാൽ മതിയെന്ന്. എന്താ പറഞ്ഞാൽ ഓർ ജനിക്കുമ്പോൾ തന്നെ മറ്റുമ്പോഴത്തെ ജനിപ്പിച്ചോളാം. ആ സാഹചര്യം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ജനിക്കുമ്പോൾ തന്നെ ഉമ്മയിലെ ഉപ്പാനി ഹാരെന്തായിരുന്നു. പിന്നെ ഇതിനെക്കാട്ട് ചെറിയ പ്രായത്തിലല്ലേ റമദാൻ മാസം മറുപടി കണ്ടുന്നത്. അപ്പൊ തക്ലീഫിന്റെയും അവസ്ഥക്ക് മുമ്പ് തന്നെ എന്താക്കും, ശറൈന്റെ ലാഹിറൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അതേപോലത്തിലുണ്ടാകും. ഇവർക്ക് ശരിക്കും ശറയോട് തക്ലീഫ് ആയിട്ടില്ല. എന്നിട്ട് റമദാൻ മാസം പകന്റെ നോമ്പിന്റെ ഹാലത്തിലുണ്ടായി. അതെ അതുണ്ടല്ലോ, മഴ മാറ്റുന്ന റൂഹതപ്പെട്ടതിന് ശേഷം പാതിരാക്കടി തസ്ബീഹേക്കല്ല. ആ ജദബ് പെട്ടെന്ന് ലാഹിൽ പ്രകടമായി കാണൂല. ഹാലിനകത്ത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. വലിയ കീല, ഇതുകൊണ്ടാണ് പറയപ്പെട്ടത് നിഹായത്തു സാലിക്ക് ബിദാത്തുൽ മജ്ദൂബ എന്ന് പറയാൻ കാരണം. സാലിക്കിന്റെ നിഹായത്ത്, മജ്ദൂബിന്റെ തുടക്കം. അത് നമുക്കറിയാല. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ PG കോഴ്സിന്റെ തുടക്കമാണല്ലോ തുറക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഫൈനലായിട്ട് ലാശത്തൊന്നും ഒരാൾക്കുണ്ടാക്കാൻ അപ്പുറം PG കോഴ്സിന്റെ തുടക്കം കുറിക്കുന്നതിനുള്ളൂ. അവിടുത്തെ മൊത്തം കണക്കന്നല്ലേ. വേഗാറ്റ് SLC സമാപിച്ചു കഴിഞ്ഞാൽ കോളേജിന്റെ തുടക്കം. വറദ അഅലമുന്നാസി ജദബൻ അൽ അംബിയാ വൽ മുർസലൂൻ, ജദബാത്തിൽ ഏറ്റവും ആഴമായ ആളുകളാരാണ്? അംബിയാക്കളും മുർസലികളുമാണ്. ഇത് പറഞ്ഞാണ് ഇത് ഭ്രാന്തന്മാരാന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞ് ഏറ്റാന്ന് കൊണ്ടു തുടങ്ങി. ജദബിന് ഏത് ഭാഷയിലെ ഭാഷാപത്തിലും ഭ്രാന്തന്റെ അർത്ഥമില്ല, ഇസ്ലാമിയാണെങ്കിലും ഭ്രാന്തന്റെ അർത്ഥമില്ല. പിന്നെന്താണ്, ഓർക്ക് ദുഞ്ഞാവിനോട് വിരക്തി കാണുമ്പോൾ ദുഞ്ഞാവിന്റെ അണികാർ ഓരോ ഭ്രാന്തന്മാർ ആക്കുന്നതെന്ന്. ദുഞ്ഞാവിന് കെട്ടിത്തിരിയുന്നതാണ് ഇവർ മെനക്കുന്ന ആളുണ്ടാവില്ല. ഓരോന്നിനെ കൊണ്ട് പൊരുത്താക്കി ഒരു ഭാഗത്ത് ഓരോ ഡ്യൂട്ടി ആയി നടക്കുമ്പോ മറ്റുള്ള ആളുകളൊക്കെ സഹകരിക്കാൻ എടുക്കുമ്പോൾ ഓരോ ഇവർക്ക് ഭ്രാന്തന്മാർ ആക്കി കൊടുക്കുന്നു. ഇവർ സമയം നിശ്ചലമായ സാധനത്തിന് സമയം കഴിഞ്ഞ് കാണുമ്പോ ഇവരെ ഹക്കിൽ ഓർക്കും ചുരുണ്ടാൻ നമുക്കും പറയും മതി. ഈ ഗ്യാരണ്ടി ഇല്ലാത്ത സാധനത്തിനാണ് പൈസയും മുതലിട്ട് സമയം മുതലിട്ട് ഊർജ്ജം ചെലവാക്കിയിട്ട് ഇങ്ങനെ അതിനോട് മെനക്കിടുന്നു. ഇവിടുന്ന് അപ്പൊ ഒരു ലാൻഡ് അപ്പുറത്തൊന്നും എന്താ ഗ്യാരണ്ടിയുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. ആരും വാക്ക് വന്നിട്ടുമില്ല. അതാ അപ്പൊ
ഫഹാദാഹു വഹാലുൽ ഫരീഖൈൻ, രണ്ട് ഫരീഖിന്റെ രണ്ട് പാർട്ടിയുടെയും അവസ്ഥ മനസ്സിലായല്ലോ. വശത്താല മാ ബൈനഹുമാ, രണ്ടാരുടെയിൽ വളരെ ദൂരമുണ്ട്, ഒരുപോലെയല്ല. ഐ ബഅദ മാ ബൈനഹുമാ, അതിനെന്താ കാരണം? അതിന്റെ ദലീലാ പറയുന്നത്, അതിന്റെ തെളിവ്. വദാലിക അന്നൽ മുസ്തദില്ല ബിഹി, അൽ മുസ്തദില്ലൂൻ അറഫൽ ഹഖ. പക്ഷെ അവിടെ എന്തായിരുന്നത്? ഒമ്പത് ദാലിക അന്നാൻ സങ്കല്പിച്ചപ്പോ മത്തിനെ ഇറാബ് മാറിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ മാറ്റാൻ അർത്ഥമില്ല എന്ന് പറയുന്നു. മുസന്നിഫിനെ മത്തിന് മാത്രം എടുത്ത് നോക്ക്. ശത്താന ബൈനമൻ യസ്തദില്ലു ബിഹി ഔ യസ്തദില്ലു അലൈഹി. അൽ മുസ്തദില്ലു ബിഹി അറഫൽ ഹഖ ലിഅഹ്ലിഹി എന്ന് മുബ്തദയായിട്ടാ വന്നിരിക്കുന്നത്, മർഫൂആണ്. മൂപ്പറ് വദാലിക്കാന്ന് ചടങ്ങി സങ്കല്പിച്ചപ്പോൾ അന്നാന്ന് കടത്തിയപ്പോൾ എന്താക്കി? അത്തിന്റെ മുബ്തദയാണെങ്കിലും അന്നന്റെ ഇസ്മായിൽ ഇടവ് മാറിയിട്ടുണ്ട്. സാധാരണ മുസന്നിഫും ചാടിയും തമ്മിൽ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയാൻ നമ്മ എത്ര പറഞ്ഞല്ല ഉള്ളത്. അൽ മുസ്തദില്ലു ബിഹി അലാ ഗൈരിഹി, അള്ളാഹു മുഖേന മറ്റു വസ്തുക്കളെ ദലീലാക്കുന്നതാണ്. അറഫൽ ഹഖ, ഹക്കിനെ അവർ അറിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ അത്തിനറിഞ്ഞ് ഹക്കിനറിഞ്ഞ്. ഏതാ ഹക്ക്? വഹുവൽ വുജൂദുൽ വാജിബ്, വാജിബായ വുജൂദ് ആർക്കാണ് കൊടുക്കേണ്ടത് അതാണ് ഹക്ക്, അതറിഞ്ഞു. ഇവിടെ രണ്ട് വുജൂദുണ്ട്. ഒന്ന് വാജിബായ വുജൂദുണ്ട്, അസ്ലിയായ വുജൂദുണ്ട്. മറ്റൊന്ന് ഫറഈയായ ഒരു അറളിയായ വുജൂദുണ്ട്. ഇതാർക്കാ കൊടുക്കേണ്ടത്? ലി അഹ്ലിഹി, അതിന് അഹ്ലായ ബിരുദിന് കൊടുത്തു. വാജിബായ വുജൂദ് അതേതാ? അഹ്ലായവൻ അല്ലാഹു തആല. അവന് കൊടുത്ത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തില്ല എന്ന് കിട്ടൂലല്ലോ. വാജിബായ വുജൂദ് അവന് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തില്ല എന്ന് വരുവോ? പക്ഷെ അതിന് ഹസ്ർ വേണം. അതിനാണ് മുബറഅ ലം യസ്ബിത്തുൽ വുജൂദ ഇല്ലാ ലഹു സുബ്ഹാനഹു വ തആല ഹസ്റാത്തി. അല്ലെങ്കിലോ അഹലായവന് അസ്ലിയായ വുജൂദ് കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഇവന് കൊടുത്തില്ല, ഇതിനെ പാനിയാക്കി കണക്കാക്കിയെന്ന് ബന്ധമുള്ളതിന്റെ ലിബാറത്ത്. അപ്പൊ ആണ് ഹസ്ർ വെട്ടാൻ. വഅമ്മൽ ഹവാദിസഹും അതും മഹലായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അൽഅംറിനെ അവർ റുബൂത്താക്കിയതാണ്. അൽഅംറ് വഹുമുൽ ഹവാദിസുൽ അദമിയ്യത്തു, അദമിലേക്ക് ചേർക്കപ്പെട്ട ഹാദിസായ നശ്വരമായ വസ്തുക്കൾ അവ ഇസ്ബാത്താക്കുന്നതിന് വുജൂദി അസ്ലിഹി, അതിന് അസ്ല് വുജൂദായ കാരണത്തിന് വേണ്ടിയിട്ടാണ്. അസ്ല് വുജൂദുള്ളത് കൊണ്ടാണ് ഫറഇന് വുജൂദ് ഉണ്ടാകുന്നവർ പറയുന്നത്. ഏതാ അസ്ല്? വഹുവ അല്ലാഹു തആല അൽ ജഅല വുജൂദഹും മുസ്തഫാദൻ മിൻ വുജൂദില്ലാഹി തആല. ഈ അദ്മിയായ ഹവാദിസായ വസ്തുക്കളുടെ വുജൂദിനെ അവർ ആക്കുന്നത് അത് അള്ളാഹുവിന്റെ വുജൂദിൽ നിന്ന് ലഭിച്ചതാകുന്നു. എങ്ങനെയുള്ളത്? അല്ലദീ ഖാബലഹും, അതാണ് ആ അള്ളാഹുവിന്റെ വുജൂദാണ് അവരുടെ മുമ്പിൽ മുഖാബലയായിട്ട് ആദ്യം വന്നിട്ടുള്ളതും. മയ്യസ്തദില്ലു ബിഹിനല്ല പറഞ്ഞത്. ആരാണ് മുസ്തദില്ലു ബിഹി എന്നാണ്? അള്ളാഹുവിനെ കൊണ്ടല്ല ദലീലാക്കുന്നത്. ഇത് വേറെ ദലീലുണ്ടാ? അതിന് തുടങ്ങുന്ന ആരെ പറ്റിയാണ്? അതാ അല്ലദീ ഖാബലഹും, അള്ളാഹുവിനെ തന്നെ അങ്ങോട്ട് അറിയൽ തന്നെയാണ്. കായിന അതിന്റെ എത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞ് ഒരു മുസന്നിഫായ ഞാൻ ചോദിക്കട്ടെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും നമ്മളെ ഇബ്നു അത്താൽ എത്തിക്കുന്നതിനാണ് ബിദഅത്ത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും? ഓരോ ഇൽമിനെ നമുക്ക് കണക്കൂട്ടുന്ന ഓരോ തസാനീഫിന്റെ ഇബാറത്തിന്റെ ലോകം നോക്കിയിട്ടാണ്. എന്നിട്ടാണ് ഈ മുസന്നിഫ് എവിടെയാണ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ നോക്കുന്നത്. അത് കായിനാത്തിനെ കണ്ടെത്തുന്ന ആള്. ഇപ്പൊ ചർച്ചയിൽ എല്ലാളെ പറ്റിയാണല്ലോ അൽ മുസ്തദില്ലു ബിഹിനെ തുടങ്ങുന്നത്. നേരെ നമ്മൾ നിശ്ചന്ത ഇമാമിന്റെ അടുക്ക തന്നെ ഞാൻ കഴിഞ്ഞുകൂടിയാണോ നോക്കാം. പിന്നെ ഓറ കണ്ടെത്താൻ എനിക്കുമ്പോ നോക്കിയിട്ട് വേണം അവർ കണ്ടെത്താൻ. وظهر فيهم فوجدوا وإلا فوجدوا എന്ന് പറഞ്ഞാൽ ഈ ഹവാദിസുകൾ അപ്പോൾ മൗജൂദായി പ്രവർത്തിക്കും. വഇല്ല അങ്ങനെയല്ലെങ്കിൽ ഫഹും അതുമുൻ മഹദാണ് ഈ നബരി അർബാബി ശുഹൂദിന്റെ അടിനടക്കൽ തനിച്ച് അതുമാണ്. ഓരോ കഷ്ടപ്പാടൊന്നുമില്ല. രണ്ടാം ചിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ മേലിൽ മറ്റു വസ്തുക്കളെ കൊണ്ട് ഇഷ്ടത്തിലാണ് ചെയ്യലോ. പിന്നെ അതുമിൽ വസൂലിലെ അള്ളാഹുവിലേക്ക് വസൂലാകാത്ത കാരണത്തിന് വേണ്ടിയിട്ടാണ്. ബബൽ മുസ്തദില്ലു ബി ഗൈരിഹി, ഗൈറ മുഖേന ഇഷ്ടത്തിലാണ് ചെയ്തു. അലൈഹി തആല അള്ളാഹു തആലാനെ ദലീൽ പിടിക്കുന്നവർ അലൽ ലഹ്സി മിമ്മാ മേൽ പറയപ്പെട്ട നേരെ അക്സാണ്. എന്താ അന്നൊക്കെ
അസല് കൊണ്ട് പറയുന്നമുള്ള കൊണ്ടാണ് അല്ലേ? വാജിബിൽ നിന്ന് വാജിബല്ലാത്ത ഖദീമിൽ നിന്ന് ഹവാദിസിലേക്ക് വന്നു. നേരെ മറിച്ച് ഇവിടെ നിന്നുണ്ടാകുന്നു അതുമിൽ നിന്ന് മൗജൂദിലേക്ക് അങ്ങോട്ടാ പോകുന്നു. അറളിയായ വജൂദിൽ നിന്ന് ദാത്തിയായ വജൂദ് കണ്ടെത്താൻ പോകുന്നേ ഉള്ളൂ. വിസ്തവല്ല ബിൽ മജ്ഹൂലി അലൽ മാലൂം. അല്ല, മജ്ഹൂലായ സാധനം കൊണ്ടാണ് മാലൂമായ അള്ളാഹുവിന്റെ മേലെ ഒരു ദലീൽ പിടിക്കാൻ പോകുന്നത്. വബിൽ അടമ കൊണ്ട് ദലീൽ പിടിച്ചു വജൂദിന്റെ വേണ്ടി. വബിൽ അംദിൽ ഖഫിയ്യായ അമ്ര കൊണ്ട്, ഖഫി എന്ന് പറഞ്ഞാൽ സുഹൂദിന്റെ അധികാരെ സംബന്ധിച്ച് ദുഞ്ഞാവ ഖഫിയ്യാണ്. അതിലെ ഹഖീഖത്ത് അങ്ങനെയാണ്. അത് മുമ്പ് കണ്ടിട്ടല്ലോ. അല്ല ഖഫിയല്ലല്ലോ, ഇതല്ലേ ആയിരുന്നു. അള്ളാഹിനൊക്കെ ദുഹൂറിനാക്കാണെങ്കിൽ മറിച്ചിടക്കുന്ന ദുഹൂർ ഇതില്ലല്ലോ. നമ്മളെ കണ്ടുകെട്ടിപ്പോയുണ്ടല്ലോ അങ്ങനെ തോന്നുന്നത്. ലാഹിരുൽ ജലിയായ സാധനത്തിന്റെ മേലാണ് ഒരു ദലീൽ പിടിച്ചത്. അതെന്താ? വദാലിക്കൽ വുജൂദിൽ ഹിജാബ്. ഈ അഹ്ലുകാരുടെ അടുക്കൽ ഹിജാബ് ഉള്ളത് കൊണ്ടാണ്. അസ്ബാബ വഖൂഫി ഈമാൻ, അസ്ബാബിനോടൊപ്പം അവർ നിന്നത് കൊണ്ടുമാണ്. വഇല്ല, അങ്ങനെയല്ലെങ്കിൽ അള്ളാഹു തആല എപ്പോഴാണ് മറഞ്ഞു കിടന്നത്? ഹത്താ ഇസ്തദല്ല അലൈഹി, മറ്റുള്ള അഷിയാക്കൾ ഉപയോഗിച്ച് അള്ളാഹുവിനെ കണ്ടെത്താൻ മാത്രം അള്ളപ്പം മറഞ്ഞെന്ന് മുമ്പ് ചോദിക്കുന്നു. മുമ്പ് പറഞ്ഞ ലജിതത്തുൽ ഖഫാവ് വന്നു മറ്റുള്ള ദലീലിനോട് ചോദിക്കാൻ അള്ളാനെ കെട്ടുന്നതാണ്. അല്ല എവിടെയാണ് അള്ളാഹുന്ന് അള്ളാനെ കെട്ടുന്നതാണ് എന്ന് വെച്ചാൽ അള്ളാനെ കടത്തി പിടിക്കാൻ മാത്രം അള്ളപ്പം മറഞ്ഞു വരുന്നത്. ഈ വസ്തുവിനെ ഉപയോഗിച്ചിട്ട് അള്ളാനെ കണ്ടെത്താൻ വേണ്ടി എപ്പം മറഞ്ഞു വരുന്നത് ചോദിക്കുന്നു. വൈല്ലാ നഖുൽ അന്നഹുമിൻ അദ്മിൽ വസൂൽ, ഇങ്ങനെയുള്ള അവസ്ഥ വസൂലില്ലായ്മ ഞാൻ ഉണ്ടായിത്തീർന്നതാണെന്ന് പറയുന്നില്ലെങ്കിൽ ഇപ്പൊ മത്താ കാബ എപ്പോഴാണ് മറന്നത് എന്ന് വെച്ചാൽ ഇസ്തിഫാം ഇൻകാരിയ ചോദ്യം എന്ന് വെച്ചാൽ പലായത്തിഫൂ, ആ മറഞ്ഞു കിടക്കല്ല എന്നത് ശരീരമല്ല. മത്താ കാബ ഹത്താ ഇസ്തദല്ലാഹി, മറ്റുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ദലീൽ പിടിക്കാൻ മാത്രം ബില്ലശയനാബിറത്തി. മത്താ ബറുദ, അള്ളാഹു തആല എപ്പോഴാണ് ദൂരത്തായത്? ഹത്താ തകൂനൽ ആസാറു ഹിയല്ലത്തി തൂസിലു ഇലൈഹി, ആസാറുകൾ അള്ളാഹുവിലേക്ക് വെളിഞ്ഞെത്തിച്ച് വാർത്തയ്ക്ക് എത്തിക്കണം പോലും. ആസാറിനോട് സഹായം തേടിയിട്ട് ഒന്ന് അള്ളാഹിലേക്ക് എത്തിക്കാൻ നാട്ടെന്ന് പറയാൻ മാത്രം അള്ളാഹ് ഇപ്പൊ ദൂരത്ത് വരുന്നു. അതാ തൂസിലു ഇലൈഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിലേക്ക് വസൂലാക്കൽ എന്ന് പറഞ്ഞാൽ ഈ ആസാറ് നമ്മളെ കൈപിടിച്ചു കൊണ്ടപ്പോക്കല്ല ഉദ്ദേശിക്കുന്നത്. ആസാറ് നോക്കിയാൽ ഇസ്തിദ്ലാൽ ചെയ്തിട്ട് അള്ളാഹിനെ കണ്ടെത്തില്ല. അതാണ് ഇസ്തദില്ലു ബിഹാ അലൈഹി. ആസാറുകൾക്ക് ഷുറൂത്തിന്റെ അധികാരെടുക്കൽ അതിന് വുജൂദേ ഇല്ല. വുജൂദുണ്ടായിട്ട് വേണ്ട ഹത്താ തൂർത്തിലെ എന്നിട്ടല്ലേ അത് മറ്റൊരു വസൂലുണ്ടാക്കി തീർക്കലി. അമ്മൽ മഹജൂബോന, മഹജൂബീങ്ങളായ നമ്മള് പല യറൗനഹില്ലൽ അക്വാനിനെ അല്ലാണ്ട് അവർ കാണൂല. വയസ്തലിൽ അലൈഹി, അക്വാൻ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ അവർ ദലീലെടുക്കുന്നു. വഹും കിസ്മാനി, അവർ രണ്ടു തരക്കാരുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 4 തരക്കാരായി ഒട്ടാകാം. നേരത്തെ 2 തരക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇമ്മാബിദാൻ മന്മാബാദത്തുലബിൽ അവിടെ പറഞ്ഞു തീർത്തു. ഇത് രണ്ടെണ്ണം. ഒന്ന് ആമ്മത്തും വതാരിക്കൂന ലം യസ്ലില മഖാമി ശുഹൂദ്, വെറും സുലൂക്കിലായിട്ട് ഷുഹൂദിന്റെ യാതൊരു പദവിയിലേക്ക് എത്താതെ കണ്ട് വെറും സുലൂക്കിലായിട്ട് ഇങ്ങനെ കാലം ചെയ്തിട്ടുണ്ടാവും. എത്ര കാലമായിട്ട് ഇതിനെ രക്ഷൂട്ടുന്നു. മറ്റൊരു സുലൂക്കോടൊപ്പം തന്നെ ഉണ്ടാക്കി മാർക്ക് വാങ്ങുകയും ചെയ്തു. ഇനി ഇപ്പോൾ ചോദ്യമാണ്, ഈ ഒന്നാമത്തെ ഇത്തിരി മജ്ദൂബാണ്, മുറാദീങ്ങളാണ്, അവർക്ക് ശുഹൂദ് കിട്ടിയെന്നല്ലേ? അവർ അള്ളാനെ കൊണ്ട് മറ്റു വസ്തുക്കളെ മേലെ ദലീല് ചെയ്യും എന്നല്ലേ ഇവിടെ പറഞ്ഞു വെച്ചത്? ആരെങ്കിലും തത്തപൂറാവെന്ന് ഓർക്കുന്ന ദലീൽ എന്തിനാ ദലീല് പിടിക്കുന്നതിനാണ്? അശേനട്ടാണെങ്കിൽ ഇവർക്ക് അത്ര കൂടിയില്ല. എന്നിട്ട് അള്ളാനെ കൊണ്ട് ഇസ്തിദാൽ ചെയ്യുക. അള്ളാനെ കൊണ്ട് ഇസ്തിദാൽ ചെയ്തിട്ട് നെതൃത്വം നടത്തിയിട്ട് അശ്യാക്കളുണ്ടെന്ന് കണ്ടെത്താൻ ഓർക്കേണ്ട ഇത്ര വലിയ ബുദ്ധിയും. കായിനാത്തിൽ കൂടെ അള്ളാനെ കണ്ടെത്തിയാലും നല്ല മക്കൂദിലേക്ക് ലക്ഷ്യം വെച്ചെന്ന് പറയാം. ഇതുപോലുള്ള പടയിൽ ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന ഒരു കൂട്ടർ താണ പടവിൽ എന്നിട്ട് ഇസ്തിദാൽ ചെയ്തിട്ട് ഇങ്ങോട്ട് അഴന്തിന്റെ ബുദ്ധി. പക്ഷെ മൂപ്പറ മത്തിനുണ്ടാക്കുന്ന മഞ്ഞത്തതില്ലു ബിഹി, അള്ളാനെ കൊണ്ട് ഇസ്തിദാൽ ചെയ്യൂ എന്നവിടെ പറഞ്ഞു അല്ലേ? അപ്പൊ അള്ളാഹു തആല ദലീലും മറ്റുള്ള കായിനാട്ടുകൾ അതിന്റെ മതിലൂരുമായിട്ടപ്പോ വന്നത്. അത് ഓർക്കുന്നതിനെ കൊണ്ടുള്ള ആവശ്യം ഇതിനെ പിടിക്കുന്നത്. മറ്റുള്ള ആളെല്ലാം അധ്വാനിച്ച് ഇങ്ങനെ കയറാൻ മോറാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്തെങ്കിലും? എല്ലാവരും അങ്ങോട്ട് തെളിച്ചില്ലേ പോകുന്നത്. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം തന്നെ ഈ പദവി നിങ്ങൾക്ക് കിട്ടിയ പദവി നമുക്ക് കിട്ടിയാൽ കൊള്ളാന്നല്ലേ പറയുന്നത്.
അപ്പൊ സാലിഹ്യങ്ങൾ ഒട്ടാകെ പുതുക്ക് ചെയ്തിട്ട് അറ്റമായി കിട്ടേണ്ട ഫൈനൽ പദവിയിലാണോ അവർ ഇപ്പൊ ഉള്ളത്. അവർ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ എന്താ ആവശ്യം ഉണ്ടായിരുന്നു? അതിനൊരു മാന കണ്ടെത്തണം. അതിന് പറയുന്നത് വൽ മുറാദ് ബിസ്തിദ്ലാലിൽ മജ്ദൂബി. മജ്ദൂബ് ദലീല് പിടിക്കുന്നല്ലേ ആദ്യം മഞ്ഞസ്തദില്ലു ബിഹി എന്ന് പറഞ്ഞ മാന അല്ലതി എങ്ങനെയുള്ള മജ്ദൂബ് ഹസദത്ത് ലഹു ഇഫാഖത്ത് നോർക്ക് ഇഫാഖത്ത് കിട്ടിയിട്ടുണ്ട്. നേരെ തന്നെ ഗർഭിൽ തന്നെ കഴിഞ്ഞുകൊടുന്ന ആളാണെങ്കിൽ ദലീല് നേരെ നിൽക്കൂല. ദലീല് പിടിക്കാനുള്ള കഥ അവർക്കില്ലല്ലോ. അന്നഹു ഹീന ഇതിൻ ആ അവസരത്തിൽ ജുലാഹിബുൽ ഗൈറിനെ അവർ പരിഗണിക്കുന്ന അർത്ഥത്തിനാണ്. അതല്ലാണ്ട് സുബരിയും കുബരിയും കൂട്ടിയിട്ട് നദ്റഫിക്കർ നടത്തും എന്ന അർത്ഥത്തിനല്ല. ഒരു ഗൈർ ഇവിടെ ഉണ്ടല്ലോ, അതിന് ചില ആക്ക് കൊടുക്കാനുണ്ടല്ലോ എന്നുള്ള നിലക്ക് ഗൈറിലേക്ക് ഒരു ചിന്താഗതി അവർക്ക് വരൂന്നേ ഉള്ളൂ. ഇപ്പാക്ക വന്നാക്ക് ഒരു തെളിവ് വന്നാക്ക്. തെളിവ് വരാണ്ട് തനിച്ച മുത്തലക്കൻ മതികുമ്പോൾ നിൽക്കുന്നതാണെങ്കിൽ ഇപ്പാക്കത്തെ ഉണ്ടാവില്ല, ഇഷ്ടത്തിലാലും ഉണ്ടാവില്ല. ബുജൂദഹു ആ ഗൈറിന്റെ വജൂദിനെ അവർ സുബൂത്താക്കും. ബി വജൂദിഹി സുബ്ഹാനഹു വ തആല അല്ലാഹു തആലാന്റെ വജൂദ് മുഖേന വസുബൂതഹു ആ വസ്തുക്കളുടെ സുബൂത്തിനെയും അവർ ഇസ്ബാത്താക്കും. ഇസ്ബാത്തിനെ അല്ലാഹു തആല ഇസ്ബാത്താക്കിയത് കൊണ്ട് എന്റെ ഈ റബ്ബ് പടച്ചത് കൊണ്ട് ഇവൻ ഖാലിഖായത് കൊണ്ട് ഇവർക്ക് മഖ്ലൂഖുണ്ട്. അപ്പൊ മഖ്ലൂഖിലേക്ക് ഒരു ഇസ്തിഫാത്ത് അവർക്ക് ഉണ്ടാവുന്നേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് കായിനാത്തുണ്ടാകുമ്പോൾ മുക്കമ്പിനുണ്ടാകും എന്നത് അഖലിയാൽ ഉസൂമുണ്ടാവും. മുക്കമ്പിനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കായിനാത്ത് ഉണ്ടായില്ല അഖലിയാൽ ഉസൂമില്ലല്ലോ. കാരണം അമ്മൊന്ന് പടക്കെട്ടുന്നാലും പോലെ അപ്പൊ പടച്ച പടപ്പിനൊത്തുള്ള ലിത്തിഫാത്ത് വരും. അതായത് അത് പള്ളിയല്ലേ, അപ്പൊ പള്ളിക്ക് തഹിത്തിരിക്കണം. അത് എന്റെ റബ്ബിന്റെ പള്ളിയാന്ന്. അതേതാണ് അത് അള്ളാഹ് റസൂലല്ലേ, അത് എന്റെ ആരാന്ന് മശഹൂദായ അള്ളാഹുവിന്റെ മഹബൂബല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കൊരു പദവി കൊടുക്കണം. അവന്റെ ഗൈറിലേക്കുള്ള മുലാഹള ഉണ്ടാവുന്നതിന്റെ പറഞ്ഞുവാനാണ്. എന്നല്ലാണ്ട് വലൈസൽ മുറാദു അന്നഹു യസ്തദില്ലു നീനൈദിൻ ബിദ്ദലീലിൽ അഖലിയ്യ വന്നദറിൽ ഫിക്രിയ്യ. അഖലിയായ ദലീലുണ്ടാക്കി ഫിക്രിയായ നദറ് നടത്തിക്കൊണ്ടിട്ട് ദലീല് കൊണ്ടുവരും എന്ന അർത്ഥം വെക്കാൻ പറ്റൂല. എന്റെ കള്ളി മനസ്സിലായി. ഞാൻ വൈമാറത്ത് എന്തിനാ പറഞ്ഞത്? ശരി, രണ്ടാളുടെയും വ്യത്യസ്ത പറയുന്നത് അതൊരാഴ്ത്താണ് ശരിക്കും പറഞ്ഞത്. ദൂസാറ്റ് എന്ന് പറഞ്ഞ വലിയ പണമുടയാളും വലിയ സമ്പത്തുടയാക്കാണ് ദൂസാറ്റ്. അപ്പം വളരെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവരുടെ സാറ്റിൽ നിന്ന് ചെലവാക്കട്ടെ. വമാൻ കുതിരാലെ റിസ്ഖുഹു മറ്റേ സ്ഥലത്ത് പറയുന്നുണ്ട്. റിസ്ഖ് കുടുങ്ങിയ ആള് അവരനുസരിച്ച് ചെലവാക്കട്ടെ. ഇവിടെ ധാരാളം സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ ആരാണ്? നേരത്തെ വന്ന വാസനീയങ്ങളായ മധുമീങ്ങൾ. ഓർക്കാണ് ഓരോമിന്റെ സാമ്പത്തിക ശേഷി അള്ളാഹുവിന്റെ ആരാണ് കൊടുത്തത്. അതാ അവർ അത് ചെലവാക്കട്ടെ. ഇഷാറത്തും ദൂസഹത്തിന്റെ ബദലാണ് അൽ വാസിലൂന ഇലൈഹി നമുക്ക് അർത്ഥം കൊടുത്തത്. ദുഞ്ഞാവിന്റെ സാമ്പത്തികം എല്ലാം ഉദ്ദേശിക്കുന്നു. ഇഷാറത്തും ഇല ഹാലിൽ വാസിലൈന ഇലൈഹി തആലയിലേക്ക് വസൂലായ ആളിലേക്കുള്ള ഇഷാറത്താണ്. അവർ വലിയ സഹത്തുടയവരാണ്. പൈനഹു ലമ്മാ ഖറജു അതാ അവർ സഹത്ത് എന്ന് പറഞ്ഞാൽ വിശാലതയല്ലേ, കൊടുക്കില്ലല്ലോ. ലമ്മാ ഖറജു മീൻ സിജ്നി റുഅയത്തിൽ അഗ്യാർ ഗൈറിന്റെ കാഴ്ചപ്പാടാകുന്ന ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങി. എവിടത്തേക്ക്? തൗഹീദിന്റെ വിശാലമായ മൈതാനിലേക്ക്. കമാൽ ഇസ്തിഗ്ഫാർ അകക്കാഴ്ചയുടെ പരിപൂർണത കാരണത്താലും ഇത്തസഹത്ത് മസാഫത്തു നദരിഹിം അവരുടെ കാഴ്ചയുടെ മസാഫത്ത് വിശാലമായി പോയിരിക്കുന്നു. അപ്പൊ എവിടെ കൊടുക്കില്ല. അപ്പൊ അവർക്ക് അസൂയം തോന്നൂല. അത് ഇത്രമാത്രം വിശാലമായ കടലിനാരം വെള്ളം കോരുമ്പോൾ ആരും അസൂയം വരില്ല. ഒറ്റം കടലിന് വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോ ഇവർക്ക് അസൂയ വന്നു, എനിക്ക് കിട്ടാണ്ടായി പോയി, അതാ കോരി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരും അസൂയൊന്നുമില്ല. ഇവർക്ക് അള്ളാഹുവിന്റെ പതിന്റെ വിശാലത കാണുമ്പോൾ ആർക്ക് എത്ര കോരി വാരി കിട്ടിയാലും മറ്റാളുടെ അസൂയ തോന്നാൻ. നേരെ മറിച്ച് ഓർമ്മൊക്കെ എന്റെ ഒരു സ്ഥാനം കുറഞ്ഞു പോകും, എനിക്കിവിടെ ജയിക്കും എന്നുള്ള തോന്നുന്നതാണ് ഈ കുടിച്ചായ ചിന്താഗതി ഉണ്ടാവും. സങ്കുചിത മനോഭാവം ഉണ്ടാവും. മാത്രമല്ല എനിക്ക് കണക്കാക്കപ്പെട്ടതാണ് ഓൻ കോരി കൊണ്ടപ്പോകുന്നൊരു തോന്നലും തോന്നി. അത് സമാജ തോന്നലിനോടിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് കണക്കാക്കപ്പെട്ടെങ്കിൽ വേറെ ആൾ കോരിക്കൊണ്ടപ്പോ വേറെ കണക്കാക്കപ്പെട്ട എനിക്ക് കിട്ടുക. അപ്പൊ ഈ ഭൂമി വെക്കുന്നതിനും മാനയില്ല, മറ്റോൻ എന്റെ വരി കോരിക്കൊണ്ടപ്പോയി എന്ന് പറയുന്നതിനും മാനില്ല. തനിക്ക് ലാലത്തായി പറയും. പക്ഷെ എന്നാൽ അവന്റെ വകുമ പറയും നിന്റെ അമിച്ചാണ് ഓൻ കോരിക്കൊണ്ടപ്പോയത്, മറ്റോനവിടെ കൂടി വന്നതുകൊണ്ട് എനിക്ക് നഷ്ടം വന്ന്. മറ്റോന്റെ കൂടെ അച്ഛൻ നൂറാൾ പോയപ്പോ നീ എന്റെ കൂടെ ആളിലുണ്ടായി പോവും.
വാശി പിടിക്കാനുള്ള പരിപാടി അതിനകത്ത് മത്സരമാണ്. ശരിക്കും ആ സങ്കുചിതത്വത്തിൽ ഉടലെടുക്കുന്നതാണ്. ഇതേ ഉള്ളൂ തോന്നി. അവർക്ക് മസാഫത്തുള്ളത് വിശാലമായി. ബൗസീലായും ഓരോമും അസ്റാറും ഇലാഹിയത്തുൻ, അള്ളാഹുവിന്റെ അസ്റാറുകളും ഉലൂമുകളും അവരിലേക്ക് കോരിച്ചൊരിക്കപ്പെട്ടിട്ടുണ്ട്. ഫസാറു, അവരാരായി വലിയ സമ്പന്നന്മാരായില്ല. അതാ ദൂസാത്ത് എന്ന് പറയാൻ കാരണം യുമിദ്ദൂനൽ ഖൈറ, മറ്റുള്ള ആളുകൾക്ക് അവർ ഇതെല്ലാം ഇട്ടിട്ട് അവർ ഇല്ലാതെ ചെയ്തു കൊടുക്കുക ചെയ്യും. അവർ അകഞ്ഞാക്കളായി. വതതറഫൂന ഫീ അവാലിമിൽ ബാത്തിന, മറ്റുള്ള ആളുകളുടെ ബാത്തിനിയ ലോകത്ത് ഇവർ ശരിക്കും തസറഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കൈഫ ശാഉ, അവരെങ്ങനെ ബോധി വെച്ചതുപോലെ മറ്റുള്ള ബാത്തിന്യായ കാര്യങ്ങളിൽ അവർ അധികാരം നടത്തുന്നുണ്ടാവും. അവരെ കൂടെ കൂടിയാൽ ഓരോ ബാത്തിന്യായ ആളിലേക്ക് ഇവരെ അങ്ങനെ ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുപോയിക്കോളും. ഓരോ ആ സാമ്പത്തികം ഉപയോഗിച്ചിട്ട്. ഏതായാലും സമ്പത്ത് ദുഞ്ഞാവിന്റെ പൈസ ദുർഹമുദ്ദീനാറാകുന്ന സമ്പത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നു. അവരുടെ ഹാലിൽ മികച്ചുപോയി. അപ്പം താഴ്ന്ന ആളുകൾ വന്നാൽ താഴ്ന്ന ആളുകളെ ഓരോ നിലപാടിലേക്ക് വലിച്ചു കയറ്റാന്നല്ലാണ്ട് അന്ന് ഇങ്ങോട്ടുണ്ടാവില്ല. ഇനി വമാൻ കുതിരാലേഹി റിസ്ഖുഹു എന്നാവുന്ന റിസ്ഖ് കൊടുത്തായ ആളുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ തായിറൂനയിലെ അള്ളാഹിലേക്ക് സൈറ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചാ പറയുന്നത്. സൈറും സുലൂക്കും രണ്ടാണ്, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട്. കാരണം രണ്ടാണ്. സൈറ് കാരണവും സുലൂക്ക് അതിന്റെ മുസബബുമാണെന്നാണ് ഭൂരിപക്ഷാൾ കൊണ്ടുപോയത്. കാരണം സൈർ എന്ന മാനസികാവസ്ഥയാണ്. അമ്മ സൈറ് പണി ഇബാറത്തുൻ തഅല്ലുക്കൽ ഖൽബി നഅവർ റബ്ബി സുബ്ഹാനഹു വ തആല, അള്ളാഹു താലയിലേക്കുള്ള പിന്നെ കൽബിന്റെ തവജ്ജുഹിനാണെന്ന് പറയുന്നത് സൈർ. അപ്പൊ ആ തവജ്ജുഹിനെ വരുമ്പോ പോണ്ടാന്ന് പറഞ്ഞിട്ട് ബേക്കിന് വിരിക്കും. ആ വരിക്കുമാണമായ മുഖാലഫത്തിന്റെ സ്ഥിതി ഹബ്ബി ശനവാസിയ വല മുബാഹത്തൻ, മുബാഹായാലും തിരക്കടില്ല. അനുവദനീയമായ ശഹവാത്ത് പോലും അവർ മുറിച്ച് മാറ്റിക്കൊണ്ടായിരിക്കും പോകുന്ന, അല്ലെങ്കിൽ പോക്ക് കിട്ടൂല. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വലിക്കും. ഇതാണ് സൈർ. ഈ സൈർ കൽബിന്റെ തവജ്ജുഹാണെന്ന് ഇബാറത്തിട്ടത്. അങ്ങനെ വരുമ്പോൾ അത് ബാത്തിന്യ ഒരു ഹാലാണ്. ഈ ഹാലിനെ തുടർന്നിട്ട് എന്താക്കും? സുലൂക്ക് നടക്കും. സൈറോടെ വെറുതെ വെച്ചതിന്റെ കാര്യമില്ലല്ലോ. സുലൂക്ക് നടക്കാനാണ് ഇത്. സുലൂക്കുൽ ഫറായിലുണ്ട്, സുറൂഖുൽ നവാഫിലുണ്ട്. വേറെ ഇനം ഇല്ലേ ഇല്ല. ഫറായിൽ ഏതാ? വാജിബാത്തിനെല്ലാം അതിന്റേതായ ക്രമപ്രകാരം വീടലും മുഹറമാത്തിനെല്ലാം ഒഴിവാക്കലും. മറ്റേതോ കറാഹത്തായ കാര്യങ്ങളെല്ലാം വർജിക്കലും സുന്നത്താക്കപ്പെട്ട കാര്യം ഫറായിൽ മുഴുവൻ എടുക്കുകയും. വേറെ സുലൂക്കില്ലേ ഇല്ല. പക്ഷെ അത് ചിലപ്പോൾ ജമാലിയിലുണ്ടാകും, ചില സമ്പത്തിലുണ്ടാകും, ചിലപ്പം പഴയ എങ്ങനെ മനസ്സാ വാച കർമ്മണമെന്നല്ലേ വരിക. മൂന്നല്ലാത്ത നാലാമത്തെ മഹലില്ലല്ലോ. ഏറിപ്പണ്ണ സമ്പത്തുടയ കുട്ടിയ നാലി മനസ്സാ വാച കർമ്മണ സാമ്പത്തികം അടക്കം. വേറെ കണ്ണനെ കൊണ്ട് സുലഭിക്കാൻ കഴിയില്ല. പക്ഷെ അതിന് മറ്റുള്ള അമലുകളെക്കാളും ഏറ്റവും ലത്തീഫായ അമലാണ് ദിക്റാജ് കൊണ്ട് ദിക്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നേ ഉള്ളൂ. ദിക്റില്ലാത്ത ആളുകൾ വേറെ പണിയെടുക്കലുണ്ടാവും. നേരം വെളുത്ത നേരാവണം നീ നല്ലോണം വേർപ്പലിപ്പിച്ച് അധ്വാനിക്കുകയും ഇതിന് കിട്ടുന്ന പൈസ കൊണ്ടോ വാങ്ങിച്ച് സാധുക്കൊക്കെ എല്ലാം കൊടുക്കുന്നതാണ്. അതൊരു സുലൂക്കാണല്ലോ. പക്ഷെ അതെല്ലാവർക്കും നടക്കൂല. ദിക്റ് പോന്നെങ്കിലും എന്തെങ്കിലും എല്ലാം കൊണ്ടു നടക്കാമല്ലോ. നിസ്കരിക്കാനുണ്ടെങ്കിൽ പ്രത്യേക വസ്തു നോക്കണം, കിബിലത്ത് വേണം, തഹാറത്ത് വേണം. ദിക്റിന് ആ മസത്തോളം വേണ്ടല്ല. ഇസ്ലാത്തിനുള്ള സൂറത്തോട് അത്ര പഠിക്കുന്നില്ല. അള്ളാഹുലേക്ക് സൈറ് ചെയ്യുന്ന ഹാലിലേക്കുള്ള ഇശാറത്താണ്. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫഹും, അവര് മഖ്ദൂറുൻ അലൈഹിം ഫീ അർസാഖിൽ ഉലൂമി വൽ ഫുഹൂം, ഉലൂമ ഫഹ്മുകളാകുന്ന റിസ്ഖിൽ. അപ്പൊ റിസ്ഖിനോട് തശ്ബീഹാക്കി ഇങ്ങനെ മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ലാഫത്താക്കിയിട്ടാണ് ഉലൂമുകളും ഫഹ്മുകളുമാകുന്ന റിസ്ഖിൽ അവർ മഖ്ദൂരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുക്ക് ബാധിച്ചവര്. ആവതാക്കപ്പെട്ട അർത്ഥം വെക്കരുത്. മഖ്ദൂർ വമൻ ഖുദിറ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മഖ്ദൂർ കുതിരത്തെ മാത്രമല്ലത്. മഹബൂസൂന ഫീ മലീഖിൽ ഖയാലാത്തി വറുസൂം, ഖയാലാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കൊലപ്പെടുന്ന ഓരോ ഖയാലാത്തുകൾ ചിത്രീകരണം ഉണ്ടാവില്ല മനസ്സിൽ. അതിന്റെ കുടുക്കിൽ അവർ ഹബസിടപ്പെട്ടവരാണ്. റുസൂം എന്ന് വെച്ചാൽ ഖയാലാത്ത് റുസൂം ഏകദേശം തന്നെ. അവിടെ ഇബാറത്തൊപ്പിച്ചതാ. ഉലൂം വൽ ഫുഹൂം മലീഖിൽ ഖയാലാത്തി വറുസൂം. പതിവുകൾ എന്ന് പറയുന്നത് യൂൻഫിഖൂന, അവർ ചെലവാക്കുന്നുണ്ട്. മിമ്മ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി മിനർ റിസ്ഖിൽ മുഖദ്ദിർ ലയ്യിഖി, അതാ അള്ളാഹു തആല അവർക്കും കൊടുത്തിന്റെ ഫദ്ലി. എന്ത് ഫദ്ലി? റിസ്ഖിനാലുള്ള ഫദ്ലി. എങ്ങനത്തെ റിസ്ഖ്? അൽ മുഖദ്ദിർ ലയ്യിഖി, ലയ്യിഖായ മുഖദ്ദറായ റിസ്ഖ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുടുങ്ങി അവർ കണക്കാക്കപ്പെട്ടെ
ഇൽക്കുണ്ടാകും. അവർ ചെലവാക്കുന്നു അലാ ഗൈരിഹി, അലാ ഗൈരിനെ താലൂക്കെടുത്തേക്കാ യുംഫിഖുനയിലേക്കാണ്. ഗൈരിന്റെ മേൽ ചെലവാക്കും. അപ്പൊ ഓറ കൂടെ കൂടിയാലും എന്തുണ്ട്, അവരവർക്കനുസരിച്ചുള്ള ചെറിയ എന്തെങ്കിലും നമുക്ക് മാലുമാത്തെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ ഇങ്ങനെ ഇഷ്കാലാക്കി എത്ര ആള് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോ ഉത്തരം ഉണ്ടാവില്ല. ഞാൻ സാമ്പത്തികമായി കുടുങ്ങിയാണ്, ഇതിനപ്പുറം എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളു. കോനത്തി അവാലിമിയും അവരവർ കഴിഞ്ഞുകൂടുന്ന അവാലിമിൽ അവർ എന്താകും തസറുഫ് നടത്തും. മേൽഘടകത്തിൽ തസറുഫ് നടത്താൻ കഴിയൂല. മറ്റവർക്ക് അവരെ അവാലിമിലും അവർ കീഴ്ഘടകത്തിൽ തസറുഫ് നടത്താം. അലാ ഖദ്രി മാ ആതാഹുമുല്ലാഹു അസ്സ വജല്ല. എന്താ പറയുന്നത്? അള്ളാഹുവിലേക്ക് തുലൂബ് ചെയ്യുന്ന ആളുകൾക്ക് അൻവാറു തവജ്ജുഹുണ്ട്. ഒന്നാമത്തെ വിഭാഗത്തിന് അൻവാറുൽ മുവാജഹത്തും ഉണ്ട്. അതാ തമ്മിൽ വ്യത്യാസം. ഹിദായത്ത് കിട്ടിയിരിക്കുന്നു അർവാഹിലൂന അല വാഹിലങ്ങൾ. ഒരു യാത്രക്കാരോട് ഹോമിച്ചുകൊണ്ടാ പറയുന്നത് അത്താഹിറൂനാൻ ഇലൈഹി. എന്തുകൊണ്ടാ ഹിദായത്ത് കിട്ടിയത്? ബി അൻവാരി തവജ്ജുഹിന്റെ അൻവാറുകൊണ്ട്. അൽ അൻവാറുൽ ഹാസിലത്തി മിനൽ ഇബാദാത്തി വസിയാദാത്തി അല്ലതി തവജ്ജഹു ബിഹാ ഇലാ ഹദറത്തിർ റബ്ബ്. ആ അൻവാർ എവിടുന്നാ കിട്ടുന്നത്? ഇബാദാത്ത് റിയാദാത്ത് മുഖേന. അത് മുഖേനയാണ് അവർ അള്ളാഹുവിനെ കൊള്ള തവജ്ജുഹായിട്ടുള്ളത്. ഫൈനൽ മുജാഹദത ബിഹസ്ബിൽ ആദത്തി. ഫൈനൽ മുജാഹദത. അപ്പൊ അങ്ങനെ അൻവാർ കിട്ടുമെന്നാ ചോദ്യം. മുജാഹദാത്തുകള് യഹ്സുലമിന്ന അൻവാറു ഫിൽ ഖുലൂബി. ഖൽബുകളിലെന്താകും? അതുകൊണ്ട് അൻവാർ കിട്ടാറുണ്ട്. പക്ഷെ ബിഹസ്ബില്ലാദത്തി എന്ന് പറഞ്ഞാൽ അത് ആദത്തനുസരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ തൗഹീദ് പെടാതെ കൊണ്ടുമ്പോ ബിഹസ്ബില്ലാദത്തയുടെ കൂട്ടുന്നതാണ്. അത് കിട്ടലി അക്ലിയാൽ ഉദവമൊന്നുമല്ല. അള്ളാഹു താലാക്ക് കൊടുക്കൽ വാജിബ് ഉണ്ടായിട്ടല്ല, ആദത്തനുസരിച്ച് അങ്ങനെയാണ്. അത് ബിഹസ്ബില്ലാദത്തെ തൗഹീദ് കാത്തു സൂക്ഷിക്കാനാണ് കൈത് കൊടുത്തത്. അള്ളാഹുവിലേക്കുള്ള മാർഗത്തിലേക്ക് അവർക്ക് അത് മുഖേന ഹിദായത്ത് കിട്ടും. ഹത്താ യസ്ലൂ ഇലൈഹി. അങ്ങനെ അള്ളാഹുവിലേക്ക് അവർ വസൂലാവട്ടെ. അപ്പൊ ഇവരെ അമാലുകളെ കൊണ്ടാണ് ഇപ്പൊ എന്താക്കി അതിൽ കൂടി കിട്ടുന്ന പ്രകാശം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിലേക്കുള്ള ഹിദായത്ത് അവർ കിട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ശേഖന്റെ തർബീത്ത് കഴിഞ്ഞു കൂടുന്ന ആളുകൾക്ക് ശേഖം മുഖാൻ തന്നെ ഹിദായത്ത് കിട്ടുന്നു. ഇത്തരത്തിലുള്ള മുജാഹദാത്തും വലിയ റിയാദാത്തും ചില ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അവർ ശേഖ് മുഖേന അല്ലാത്തവരെ സംബന്ധിച്ചുള്ള പതിവ് നോക്കിയിട്ട് പറഞ്ഞതായിരിക്കും. ശേഖില്ലാണ്ട് സുലോക്ക് ശേഖ് ശരീരത്തിന്റെ മർത്തബെന്ന് ബുദ്ധി കളിക്കാൻ ആർക്കും ഒരു ബുദ്ധിവീഴ്ചയില്ല. ചിലപ്പോൾ കൊടിയ ഫാസിക്കായി മാറുന്നത്. ഫാസിക്കിനെന്ത് സുലൂക്കാണ്, എന്ത് വസൂലാന്ന് പറയുന്നത്. സുലൂക്ക് അതില്ലാത്ത വസൂലുണ്ടാവില്ലല്ലോ. ശരീരത്തിന്റെ മർത്തബ കുട്ടി കഴിയേ പറ്റൂല. അപ്പൊ ആ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ശൈഖില്ലാതെ കണ്ടെന്റെ ശരീരത്തിന്റെ മർത്തബയിൽ ശരി ഇഖ്ലാസോടെ മഴത്താകാൻ അൻവാർ കിട്ടു. നേരെ മറിച്ച് ശരീരത്തിന്റെ മർത്തബയിൽ നിന്നുകൊണ്ട് തന്നെ ശൈഖ് നിർദ്ദേശിക്കുന്ന ചില നിയമാവിൽ കൂടി മാത്രം വലിയ മുജാഹദത്തൊന്നും ഇല്ലാതെ കണ്ടാൽ ശൈഖ് മുഖേന ചിലപ്പോൾ അൻവാർ എത്തിപ്പോക്കുന്നു. ഇനി വാസിലീങ്ങളോ ലഹും അൻവാറുൽ മുവാജഹത്തി. ഖബർ മുഖദ്ദമാണ്. വൽ വാസിലൂന ലഹും എന്ന് വായിക്കാൻ പാടില്ല. വൽ വാസിലൂന എന്നുള്ള മുബ്തദ. ലഹും അൻവാറുൽ മുവാജഹത്തി എന്ന് പറഞ്ഞത് മുബ്തദയും ഖബറും കൂടെ കൂടിയതാണ് മറ്റേ ഖബർ. ലഹും അൻവാറുൽ മുവാജഹത്തി. അവർക്ക് മുവാജഹത്തിന്റെ അൻവാറുണ്ട്. അയിൽ അൻവാറുല്ലത്തി വാജഹത്തുഹും മിൻ ഹദ്റത്തി റബ്ബി സുബ്ഹാനഹു വ തആല വക്കൽ നിന്ന് ഇങ്ങോട്ട് പ്രകടമാകുന്ന അൻവാറുകൾ അവരിലേക്ക് മുവാജഹത്ത് ചെയ്തിട്ടുണ്ട്. നമ്മ ടോർച്ചിന്റെ അടുത്ത് ഇങ്ങനെ നടന്നു പോയി മംഗലപുരത്തേക്ക് പോയി അങ്ങെത്തുമ്പോണ്ടാവും പുറത്തുള്ള വാർത്തയെത്തുമ്പോൾ മംഗലക്കാറ് അങ്ങോട്ട് കത്തിച്ചിട്ട് ഇതിലേക്കാൻ വേണ്ടി അങ്ങോട്ട് കുട്ടി വരും. അപ്പൊ പിന്നെ ഇവന്റെ ടോർച്ചിന്റെ ലൈറ്റിന് ആള് പ്രസക്തിയില്ല. മറ്റൊരു പരതീറ്റാ വന്നത്. ഇരാമന് പരതണ്ടയില്ല നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് എതിരേറ്റിട്ട് കൊണ്ടുവരുന്നുണ്ടാവും. പാട്ടെല്ലാം പാടി മറഹാബില്ലാക്കിട്ട് ഇല്ലേ? മറഹാബാന്നല്ലേ പറഞ്ഞത്? അപ്പം ഒരൻവാറ് ഹദ്റത്തിൽ നിന്ന് മുവാജത്തായി വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് ഒരു അക്കലുണ്ടെങ്ങനെ വരാനി അത് പറയുന്ന ആ ഉഫീറത്താലെയും അള്ളാഹുവിന്റെ മക്കളിൽ നിന്ന് അവർക്ക് ഇഫാദ ചെയ്തു കൊടുക്കപ്പെട്ട അൻവാറും മുവാജഹത്തും. അതാണ് അൻവാറുൽ ജദ്ബ് എന്നും പറഞ്ഞു. ജദ്ബ് സുലൂക്ക് ഇത് എണ്ണെണ്ണാണ്. അബ്ദിന്റെ മക്കളിൽ നിന്നുള്ളതാണ് സുലൂക്ക്. മഹ്മൂദിന്റെ മക്കളിൽ നിന്ന് നൽകപ്പെടുന്ന സമ്മാനമാണ് ജദ്ബ്. അതല്ലേ സാധാരണ ജദ്ബിന്റെയും സുലൂക്കിന്റെ ഇടയിൽ മുജിത്തമിയാണെന്ന് ഈ ഭാഗത്ത് കാണും.
പിന്നെ മജുദുബീങ്ങളായ തന്നെ ജതുബിൽ തന്നെ കാലാകാലം കഴിച്ചു കൂട്ടുന്ന പരിപാടിയില്ല, സുലൂക്കിലേക്ക് മടങ്ങി വരുന്നു. എന്നാലേ കമാലുണ്ടാവുള്ളൂ. ജതുബാത്ത് ഉണ്ടാകും, സുലൂക്കിനൊട്ട് ഹിജാബിടൂല ആ ജതുബാത്ത്. ശരി, ഇനി സുലൂക്ക് ചെയ്താൽ ജതുബാത്തിനൊട്ട് ഹിജാബിടൂല. കാരണം ഈ ചെയ്യുന്ന അമാലുകളെ റൂയത്ത് വന്നു കഴിഞ്ഞാൽ ജതുബാത്തിന്റെ ഹിജാബ് വന്നില്ലേ. ഇങ്ങനെ വണ്ണുമ്പിൽ ഇവന്നെ വണ്ണുമ്പിൽ പ്രത്യക്ഷമായി കഴിഞ്ഞാൽ മറ്റിനെ തൊട്ട് ഹിജാബായില്ലേ. അത് രണ്ടും ഉണ്ടാവില്ല. കമാൽ നെഹ്റുകാർക്ക് അങ്ങനെയാണ്. ബുഖാരി സാദാത്യങ്ങളിൽപ്പെട്ട എല്ലാ മതേഖന്മാർ വരുമ്പോഴത്തൊക്കെ അങ്ങനെ ജതുബിന് സുലൂക്കിന്റെ അടിയിൽ ശരിക്കും ഒപ്പിച്ചുകൊണ്ടപ്പോഴത്തെ മറകൻ ബാഗായി എൽക്കത്തിയാൻ ബൈനഹുമാ ബർസഖുല്ലാഹി എന്ന് പറഞ്ഞ മതിയാണ്. അതിലറിയപ്പെട്ടിടത്തോളം ഇബ്രാഹിം തങ്ങൾക്ക് മാത്രമേ ഋതു ആദ്യമായിട്ടുള്ളൂ. എന്നാൽ തന്നെ നാലോട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇബ്രാഹിമുൽ മുലക്കബി ഇസ്തഖ്റാൻ പറഞ്ഞു. ആ പാരമ്പര്യം 42 ശേഖന്മാരുടെ പാരമ്പര്യം എടുത്തു നോക്കിയാൽ ആർക്കും ജതുബും സുലൂക്കും തമ്മിൽ കൂടിക്കലർന്നിട്ട് പച്ച മതി മറന്നുപോയ അവസ്ഥ കാണുന്നില്ല. അതിനെപ്പറ്റി നല്ലോണം പഠിച്ചോണ്ട് ഞാൻ പറയുന്നു. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യത്യാസം ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞത്. ആ വ്യത്യാസം നോക്ക്. ഫൽ അവ്വലൂന ലിൽ അൻവാർ, ഒന്നാമത്തെ വിഭാഗം. അപ്പൊ ആദ്യം പറഞ്ഞതിന്റെ എക്സൈറ്റ് ഇപ്പൊ തപ്പിപ്പെട്ടി. ആദ്യത്തെ വിഭാഗം, അതായത് അൻവാറും തവജ്ജുഹ് കൊണ്ട് അങ്ങോട്ട് പോകുന്ന ആളുകള് അൻവാറിന് വേണ്ടിയുള്ളവരാണ്. ഓർക്ക് അൻവാർ കിട്ടണം, അല്ലെങ്കിൽ ഇരട്ടത്തായി പോകും. മറ്റവർക്ക് അൻവാറോ ടോർച്ച് ഒന്നും കരുതണ്ട, അങ്ങനെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ടിക്കറ്റിന്റെ പൈസ അടക്കം അയച്ചു കൊടുത്ത ടൈപ്പുള്ളത്. ഐ അമീദുല്ല, അൻവാറിന്റെ അമീദുകളാണ് അവര്. മുഹത്താജൂനയിലെയ അൻവാറിലേക്ക് അവർക്ക് ആവശ്യവുമുണ്ട്. ഇതിന് ലിത്തവസ്സുലി ബിഹാ ഇലാ മത്ലൂബിഹിം, അവരുടെ മത്ലൂബിലേക്ക് അതുകൊണ്ട് വസീലയാക്കാൻ വേണ്ടി അൻവാർ ഓർക്ക് ആവശ്യമുണ്ടെന്താനും. അപ്പൊ അമീദുൽ അൻവാർ എന്നാ പറഞ്ഞത്. വഹാഉലായി രണ്ടാമത് പറഞ്ഞില്ല, വാസിലീങ്ങൾ അൽ വാസിലൂന അൽ അൻവാറുലഹും, അൻവാർ അവർക്ക് വേണ്ടി അടക്കപ്പെട്ടു. ഐ സാബിതത്തുലഹും മിൻ ഗൈരി മുആനാത്തിൻ വ മശഖത്തിൻ, യാതൊരു പ്രയാസങ്ങളും കഠിനാധ്വാനങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ അൻവാർ അവർക്ക് വേണ്ടി അല്ലാഹു തആല വെച്ചു കൊടുത്തിരിക്കുകയാണ്. മഅ ഫനാഇൻ അന്ന, ഏതോടൊപ്പം ഈ അൻവാറിനെ അവർ കാണുന്നുണ്ടോ അവർ അതിലേക്ക് എത്തി പറയുന്നു അതില്ല. കാരണം അവർ റബ്ബിനെ കൊണ്ട് ഫനായിട്ടുണ്ട് അക്കാരണത്താൽ. അപ്പൊ അൻവാർ അതെന്താ പുതിഞ്ഞ് ലിയന്നഹൂലില്ലാഹി തആല ലാലി ശൈഇൻ ദൂനഹു, ഇപ്പുറം മുസന്നിഫ് പറഞ്ഞത് തമ്മിൽ എതിര് വന്നപ്പോൾ ഒരു തോന്നലുണ്ട്. നോക്കടാ, വഹാഉലാഇൽ അൻവാറു ലഹും, വാത്സല്യങ്ങളായ ആളുകള് അൻവാർ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അൻവാറുകൾ ഇവർക്ക് ഇബാദത്തെടുത്തു. അപ്പൊ കായിനാത്ത് മുഴുവൻ അവർക്ക് വേണ്ടി പടക്കപ്പെട്ടു പോയി. നമ്മൾ കായിനാത്തിനെ തേടിയിട്ടാ പോകും. കായിനാത്തിൽപ്പെട്ട വിസ്താരമായ വസ്തുക്കളുമ്പോൾ നാം തേടിയിട്ട് പോകുമ്പോ കായിനാത്തുകൾ മുഴുവൻ അവർ ഇങ്ങോട്ട് തേടിയിട്ടാ വരും. അതിനെപ്പറ്റി ഭാരത്താണല്ലോ എന്താണ് എല്ലാ കേബാന ചുറ്റുവർ കുത്തുബാണോരെല്ലാരും കേബൻ താവാ തന്നെ താൻ ചെയ്യും എന്നവർ പറഞ്ഞിട്ട് പിന്നെ എത്രാന്നാക്കി എത്രാന്ന് മറുപടി പറയാൻ കഴിഞ്ഞ് ശരിക്കും ഇത് മജാസാണ്, ഇതിലും സങ്കല്പിക്കുന്ന അലങ്കാര പ്രയോഗമാണെന്ന് മനസ്സിലാക്കാണ്ട് അധികമത്ത് മെച്ചപ്പെത്തി. എന്നിട്ട് എല്ലാവരും ക്യാബൻ ചുറ്റാൻ കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴും മൂപ്പറ നാട്ടിൽ നിന്നിട്ട് ക്യാബ് ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ ചുറ്റുമ്പോഴും അപ്പൊ ക്യാബ് അവിടെ നിന്ന് എപ്പാ പുറത്തിട്ട് പോയിനി. അങ്ങനെയാണ് ഇബ്രാഹിം നബിയെ ചുറ്റാൻ വേണ്ടി ഇബ്രാഹിം നബിയുടെ ക്യാബ് എടുത്താറ്. അതിന് മറുപടി പറയാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ സ്റ്റേജിൽ കെട്ടിട്ടുണ്ടല്ലോ പറഞ്ഞൊപ്പിച്ച്. ഇതൊന്നും ആവശ്യമില്ല. നിയമത്തിൽ ഇതേ മിസാൽ എടുത്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം മറ്റുള്ള ആളുകൾ അങ്ങോട്ട് പരിധി പിടിക്കുന്ന വസ്തുക്കൾ എന്താകും, ഇവർ യാതൊരു പ്രയാസമില്ലാതെ ഇവർ ഇങ്ങോട്ടേക്ക് തേടി വരാറുണ്ട്. ഇവൻ വിസക്ക് വേണ്ടിയിട്ടും അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ മറ്റവർക്ക് വിസയും കൊണ്ട് വാപ്പ ഒന്ന് നമ്മുടെ നാട്ടുകളിലും വന്ന് നിങ്ങളെ കാലുകുത്തി നിന്ന് പോകണമെന്നിട്ട് ഇവർ ഇങ്ങോട്ട് കൂട്ടാൻ വരുന്നുണ്ടാവും. അപ്പൊ മജാബേറ്റ് എന്താ പറയും, എല്ലാവരും ക്യാബൻ തവാഫ് ചെയ്യാൻ പോകുന്നത് ക്യാബ എന്നെ തവാഫ് ചെയ്യാൻ വരുന്നത്. എന്നല്ലാണ്ട് ക്യാബാട് പറഞ്ഞു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വട്ടം ചിറ്റിന്ന് അർത്ഥയില്ല. ഈ പറയുന്നവർക്ക് അദ്ദേഹത്തെ മജാബ് തന്നെ മറുപടി പറഞ്ഞാക്കും തിരിയേണ്ടി. റസാലിമാമിന്റെ ഇബാറത്തുണ്ട്. എന്താണ്, എല്ലാ തോക്കപ്പുകളും സൂര്യനെ ചുറ്റുന്നു. ഇവിടെ എന്താക്കുന്നു, സൂര്യൻ ഓറച്ചിട്ടുന്നു. എന്നുവെച്ചാൽ എല്ലാത്തിനെയും പഠിച്ച റബ്ബിന്റെ അകത് മാത്രമായപ്പോൾ അള്ളാഹു അല്ലാത്ത ഹൈറ് മുഴുവൻ ഇവർക്ക് മുസ്തഖദാക്കപ്പെട്ടു എന്നതിന് വരനുണ്ട്. ഇവർ അള്ളാഹുവിന് വേണ്ടി മാത്രം നിന്നപ്പോ എന്തായി, അള്ളാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളും ഇവരുടെ കീഴിലായി മാറി. എല്ലാവരും എന്നെ പഠിക്കുന്നു, നെരി ഇവരെ പഠിക്കുന്നു.
ആ മജാസിന്റെ മാന മനസ്സിലാക്കാണ്ട് എന്തെല്ലോ തർവീനും കൊടുത്തിട്ട് കാട് പിടിച്ച് കഴിഞ്ഞിട്ട. അപ്പൊ അൻവാർ ഇവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അൻവാറിലേക്ക് അവർക്ക് ഇൽത്തിഫാത്തുണ്ടോ ഇല്ലയോ എന്ന് വരുവോ? അതിന് പറഞ്ഞു ഇപ്പം മസിലെന്താ പറഞ്ഞാൽ ഇവര് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളവരായി മറ്റൊരു വസ്തുവിലേക്ക് മോർത്തില്ല എന്നല്ല. ആ ഇബാദത്ത് തൊക്കണമെങ്കിൽ മാനാഹിം അൻഹാബി റബ്ബിഹിം കയ്യാറ് കൂട്ടിക്കൊണ്ട് കഴിഞ്ഞാണ്. അവർ അൻവാറിനെ വിട്ട് ഫനാറായിട്ടുണ്ട്, റബ്ബിനെ കൊണ്ട് മാത്രം ആയിട്ടുണ്ട്. അതുകൊണ്ട് ലിയന്നഹൂലില്ലാഹി ലാ ഷൈഇൻ അല്ലെങ്കിൽ ബാർബാമി താഴെ വായിക്കണം. അൻവാർ അവർക്ക് വേണ്ടി നൽകപ്പെട്ടു എന്നല്ലാണ്ട് അൻവാറിലേക്ക് ഓറ് ഇൽത്തിഫാത്ത് ചെയ്യുന്നില്ല. ഇൽത്തിഫാത്ത് എന്നിട്ട് ലിയന്നഹൂലില്ലാഹി ഒക്കെ ഉണ്ട്. അവർ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ലാ ഷൈഇൻ ദൂനഹു. അതാ അല്ലാഹു തആല ഖുലില്ലാഹും മദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ. ഖുൽ നിങ്ങൾ പറഞ്ഞു അല്ലാഹു പറഞ്ഞു ഐ തവജ്ജഹ ഇലൈഹി വലാ തുമിൽ വലാ തമിൽ ഇലാ അൻവാരിൻ വലാ ഗൈരിഹാ മാലമീലു വലാ തമിൽ. നിങ്ങൾ അള്ളാഹുവിനേക്കുള്ള തവജ്ജുഹ് ചെയ്തോ, നിങ്ങൾ അൻവാറാവട്ടെ ഗൈറിലേക്കാവട്ടെ. അൻവാറും ഗൈറിലേക്കൊന്നും നോക്കണ്ട, നിങ്ങൾ ചായയെ വേണ്ട. അത് ആരിലേക്ക് സൂചനയായി? ആവാസലൂനിലും സുമ്മദർഹും പിന്നെ നിങ്ങൾ അവരെ വിട്ടേക്കുക ഫീ ഹൗദിഹിം യൽഅബൂൻ എന്ന് പറഞ്ഞാൽ അവർ ഹൗദായിട്ട് യൽഅബൂനായിട്ട് ചെയ്യുന്നവൾ അവിടെ കിടക്കിയെന്ന്. അപ്പൊ രണ്ട് ശിക്കാതി തിരിച്ചു. തൗഹീദിനെ ചലിപ്പിക്കൽ എപ്പോഴ് അഗയാറിനെ ഫനാൻ ചെയ്തതിന് ശേഷമുള്ള തൗഹീദ് ഉണ്ടല്ലോ, അത് ഹഖുൽ യഖീനെ വർത്തവയാണ്. അഗയാറിനെ കംപ്ലീറ്റ് ഫനാക്കി കളഞ്ഞു. ആ ഫനാക്കിയിട്ട് കിട്ടുന്ന ഇഫ്റാദ് തൗഹീദ് ഉണ്ട്, അത് ഹഖുൽ യഖീനെ വർത്തവയാണ്. അള്ളാഹു താല അല്ലാത്ത വസ്തുക്കളെ റുഹിയത്താവലോ അത് ഖൗലും ലഅബുമാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തതിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ നിങ്ങൾ അവരെ വെച്ച് വിട്ടേന്നല്ലേ പറയുന്നു. ഉദാഹരണം സിഫാത്തിൽ മഹജൂബിങ്ങളുടെ സിഫാത്തിൽപ്പെട്ടതാണ്. അതാണ് ഫീ ഖൗലിഹിം യൽഅബൂന എന്ന് അതിന് ഉദ്ദേശിക്കുന്നത്. അതവിടെ തീർന്നു. ഇനി പറയുന്നത് ഏതാ? ഒരു മൊഴിയെ തന്നെ അള്ളാഹു തആല പല ഗൈബിയായ കാര്യങ്ങൾ തുറന്നു കൊടുക്കാറുണ്ട്. ആ തുറന്നു കൊടുക്കുമ്പോൾ ഏറ്റവും മുന്തിയ ഗൈബേതാണ്? അവനവന്റെ പോരായ്മകളും തഫ്സീറുകളും കഴിഞ്ഞ കാലത്ത് ഈ ദോഷങ്ങളെ പട്ടിക കംപ്ലീറ്റ് ഇവിടുന്ന് തന്നെ മനസ്സിലേക്കുണ്ടാവും ഇഷ്ട കൊടുക്കുന്നു. കുട്ടിക്കാലത്ത് ഇവന്റെ ഓർമ്മയുള്ള കാലം വന്ന് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നമായ ദോഷം ഇന്ന് ആരും പറഞ്ഞു കൊടുക്കാണ്ട് ഇവന്റെ മനസ്സിലുണ്ടാവും തെളിയുന്നു. ഇത് ഇസ്തിഗ്ഫാർ ചെല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പൊ പഴയ ഫീലിംഗിന് എടുത്തു നോക്കിയത് ശരിക്കും പറഞ്ഞാൽ അവനിക്ക് റിക്കാർഡാക്കപ്പെട്ട മത്തുവിയായ ആ ഹിസാബിന്റെ പട്ടിക എന്നെ മുമ്പിൽ ഞെട്ടിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ ഹിസാബ് എടുത്തിട്ട് അതിന് തേച്ച് മാറ്റിച്ചു വന്നു. ഇന്നവസരം ഇന്ന ചെയ്തിട്ടില്ലേ, ഇന്നവസരം ഇന്നതുണ്ടായിരുന്നില്ലേ, അത് ഓർമ്മിക്കാൻ യാതൊരു ഒരു കലായിനോടൊന്നും അവിടെ ഉണ്ടാവില്ല. എന്നാലുണ്ടാവും പഴയ കാലത്ത് ചെയ്തത് ഇങ്ങനെ ഓർമ്മയിലേക്ക് സ്ക്രീനിങ് വരുന്നുണ്ടാവും. ഈ തക്രീർ വെച്ചാൽ നടക്കുന്നു, ഈ തക്രീർ വെച്ച് നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ സ്ക്രീൻ ഇവന്റെ പട്ടികയിൽ നിന്ന് കഴിഞ്ഞു പോകാൻ റിക്കാർഡിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ മറ്റുള്ള ആളുകളെ വീട്ടിന്റെ അകത്ത് ഭാഗം ചെയ്യുന്നതും പട്ടാത്തിൽ വെച്ച സാധനം തിരിയുന്നതിനാക്കാണ് തിരിയേണ്ടത്. അവനവന്റെ ഉള്ളിലുള്ള പോരായ്മകൾ തിരിയലാണ് ഏറ്റവും വലിയ കൈബിൻ നിക്കിശാക്കുന്ന നമുക്ക് കൊണ്ടുവരും. നിങ്ങളുടെ മനസ്സിൽ ഇന്നത് വിചാരിച്ചു എന്ന് പറയുന്നത് വലിയ കറാമത്തൊന്നുമല്ല. എനിക്ക് ഇന്ന പോരായ്മകളുണ്ട് എന്ന് കണ്ടെത്തലാണ് ഏറ്റവും വലിയ ഹസ്ബ്. അപ്പൊ മുത്താലഹത്തുൽ ഉയൂബാണ്. മുത്താലഹത്തുൽ ഉയൂബിനാക്കാണ് ബിന്ദു നയി. തശവ്വുഫുക ഇലാ മാ ബതന ഫീക മിനൽ ഉയൂബി ഖൈറും മിൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഉയൂബ്. എന്താ ഇബാറത്തിന്റെ ശൈലി? തശവ്വുഫുക നിന്റെ ആ ആഗ്രഹം എവിടത്തേക്ക്? മുരീദിനോടാ പറയുന്നു, അയ്യുഹൽ മുരീദ് ഇലാ മാ ബതന ഫീക മിനൽ ഉയൂബി നഫ്സാനിയത്തി. നഫ്സിലേക്ക് ചേർക്കപ്പെട്ട ഒരുപാട് ഐബുകൾ നിന്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതിലേക്കുള്ള നിന്റെ എത്തിനോട്ടം. ഉദാഹരണം കതിയാഹി വസൂൽ ഖുൽഖി വൽ മുദാഹനതി വഹബ്ബിർ റിയാസതി വൽ ജാഹി. ഒന്ന് റിയാവ്, അതുപോലെ തന്നെ ചീത്ത സ്വഭാവങ്ങൾ, മറ്റുള്ള ആളുകൾ ദുന്യാവിന്റെ കാര്യത്തിന് വേണ്ടി മുദാഹനത്താക്കി മിനുക്കി പറയല്, ടോപ്പിങ്ങുന്നില്ലേ, അതുപോലെ സ്ഥാനമാനങ്ങൾ, റഹീസാവാനുള്ള സ്ഥാനം, അതിനുള്ള തൃപ്തി, ഇങ്ങനെയൊക്കെ എന്തെല്ലോ പോരായ്മകൾ നിന്റെ മസിലിൽ
ബാത്തിനിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമം, അതാ തശവുഫ്. എന്നുവെച്ചാൽ ഈ തവജ്ജുഹു ഹിമ്മത്തിക്ക ഇലാ സവാലി. അപ്പൊ അന്ന് ചോദിക്കുന്നത് അത് കണ്ടെത്തിയോണ്ട് എന്താ കാര്യം? ഇങ്ങനെ ഉണ്ട് എന്ന് കണ്ടിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടോണ്ട് ഫായിദയില്ലല്ലോ. അപ്പൊ മൂപ്പറത്ത് കൊണ്ടുള്ള ഫായിദയിലേക്ക് കടക്കുന്ന കണ്ടെത്തിയിട്ട് നീക്കാനുള്ള ശ്രമമാണ് ഇവിടെ നമുക്ക് മഖ്സൂദ്. അതിനെ മൂപ്പറ് ആയി തവജ്ജുഹു ഹിമ്മത്തിക്ക ഇലാ സവാലി ദാലിക ബിസിയാദത്തി വൽ മുജാഹദത്തി വ തലബി തഖല്ലുസി മിൻഹു. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്ന് കണ്ട് അറിഞ്ഞു വെച്ചതുകൊണ്ട് കഴിയില്ലല്ലോ. എന്നെങ്കിലല്ല അത് ഹൈർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിന്റെ ഹിമ്മത്തിന്റെ തവജ്ജുഹ് എവിടത്തേക്ക്? മേൽ പറയപ്പെട്ട കാര്യങ്ങൾ റിയാദ കൊണ്ടും മുജാഹദ കൊണ്ടും നീങ്ങിക്കെട്ടലിലേക്കുള്ള നിന്റെ ശ്രദ്ധ. അതാണ് നമ്മളെ മഖ്സൂദ്. തലബ് തഖല്ലുസ് മിൻഹു, അതിൽ നിന്ന് കൈക്കലാകാൻ വേണ്ടിയുള്ള തലബും. ഇതാണ് ഹൈർ എന്ന് പറയും. എന്നല്ലാണ്ട് എനിക്ക് ഇന്ന് അയിമ്പുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടെന്നില്ല, ആപര്യമായിട്ടൊന്നുമില്ലല്ലോ, അന്ന് അറിഞ്ഞല്ലാണ്ടെന്നില്ലേ. വലായക്കൂന ഫിൽ ഗാലിബി ഇല്ലാലാ യദി ശൈഖിൻ കാമിലിൻ നാസിഹിൻ. ഇത് മിക്കവാറും ഇങ്ങനെയുള്ള അയിബുകൾ വെളിപ്പെടലും അത് നീക്കം ചെയ്യുവാനുള്ള ശ്രമം ഉണ്ടാകല് കാമിലായ നാസിഹ ഒരു ശൈഖ് മുഖേന അല്ലാത്ത ഗാലിബിനും ഉണ്ടാവാറില്ല. അദ്ദേഹം ടെസ്റ്റാജില്ല പറഞ്ഞു കൊടുക്കല്. അത് ഹൈറാണ്. ഇതിനേക്കാൾ മീൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഗുയൂബ്. ഗൈബുകളാൽ നിന്റെ കണ്ണിനെ തൊട്ട് മറച്ചു വെക്കപ്പെട്ട പല കാര്യങ്ങളിലേക്ക് എത്തി നോക്കുന്നതിനാണ്. അതിനാ മീൻ ഖഫായൽ ഖദർ, ഖദറിന്റെ ഖഫിയായ കാര്യങ്ങൾ അള്ളാഹു ഇന്നതാണ് എന്നാക്കി കണക്കാക്കിയതെന്ന് മറഞ്ഞു നടന്ന ഖബറി വന്നിന് ഇപ്പം തന്നെ പറയുന്നു. ഖുലഫായിൽ ഇബർ, അതുപോലെ ഇബറത്ത്, അതായത് സാധാരണത്തിൽ നിന്ന് കണ്ടതിൽ നിന്ന് കാണപ്പെടാത്തതിനെ കണ്ടെത്തലാണല്ലോ ഇബറത്ത് എന്ന് പറയുന്നു. കണ്ടൊരു വസ്തു ഒരു അനുഭവം, ഈ അനുഭവത്തിൽ നിന്ന് എന്റെ മറുവശം കണ്ടെത്തൽ, അതാണ് ഇബറത്ത്. അതിലെ സ്വപ്നത്തിന് വ്യാഖ്യാനം താബീർ, അബറൈനെ വിളിക്കുന്നു. കണ്ട സൂറത്തിൽ നിന്ന് ഇതിന്റെ പിന്നീടുള്ള ഹഖീഖത്ത് എന്താന്ന് കണ്ടെത്തലാണ് താബീർ. അപ്പൊ ലത്തീഫ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഇബറത്തുകൾ. അതുപോലെ അസ്റാറുൽ ഇലാഹിയ്യത്ത്, മആരിഫുൽ ലദുന്നിയ്യ, കറാമാത്തിൽ തോന്നിയ മുതലായവ കണ്ടെത്തുന്നതിനേക്കാണ് ഹൈർ മറ്റേതാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നതാലേക്ക് ഹദ്ദു നഫ്സിക്ക, ഇതെല്ലാം നിന്റെ നഫ്സിന്റെ ഹദ്ദാണ്. ഇതുണ്ടാകിയ ആളിങ്ങനെ വളഞ്ഞുകൊള്ളുള്ളൂ. നാനാവിക്കുന്ന ആള് വന്നിട്ട് ഇവന് മുടക്കണമെങ്കിലും എല്ലാം ഉണ്ടാകണം. നമ്മളാണ് പറഞ്ഞില്ല 5000 ആളുണ്ടായിരുന്നു. 5000 ആൾക്ക് ഓരോരുത്തർക്ക് 1 മിനിറ്റ് അവസാനം കൊടുത്ത് എത്ര ആഴ്ച കൊണ്ടിരുന്നിരിക്കുന്നു? 1 മിനിറ്റ് കൊടുക്കും. 1 മിനിറ്റ് കൊടുത്ത് എല്ലാവരെയും നിർത്തി വെച്ചിട്ട് 1 മിനിറ്റ് ഒരാൾക്ക് സംസാരിക്കാൻ കൊടുത്താൽ 1440 മിനിറ്റ് ഒരാൾക്ക് ഒരു ദിവസം കൊള്ളേക്ക് ഉപയോഗിക്കാം. 5000 ആളുണ്ടെങ്കിൽ ആഴ്ചക്ക് നോക്കുമ്പോൾ ഇവന്റെ അത്യാവശ്യം കഴിക്കാൻ ഒരാഴ്ച കഴിയുമ്പോട്ടില്ല. അപ്പൊ ഏത് നെഹ്റഫിക്കറിനോ സംഗതി കിതാബ് നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദായ കാര്യം നിർവഹിക്കാനോ ഇപ്പൊ എവിടെ സമയം? ഇപ്പം പറഞ്ഞ മനസ്സിലാണ് 5000 ആളുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നഫ്സിന്റെ ഹമ്പുകളാണ്. വലൈസലി മൗലാക്ക കയ്യും മാഹു, ഇതിനോടൊപ്പം നിന്റെ മൗലാക്ക് ഉള്ള കാര്യം നിനക്കില്ല. അതുകൊണ്ട് പല തഖദിഹാബി അമാലിക്, നിന്റെ അമല് കൊണ്ട് ഇതൊന്നും നീ ലക്ഷ്യം വെക്കാൻ പാടില്ല. വല തശഗൽ ഖൽബക ബിഹാ, ഇതുകൊണ്ട് നിന്റെ കൽബിനെ സുഗലാക്കാനും പാടില്ല. ഇനി അഥവാ ഒന്നുമില്ലാതെ കണ്ടത് എനിക്ക് പ്രകടമായി പോയി എന്ന് വെക്കാം. എന്നാലോ അതിനെ പൊക്കിപ്പിടിച്ച് അതിലേക്ക് ഇതാക്കി അതിലെ തന്നെ ശ്രദ്ധ വെച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ല, അത് എത്രാമത്തെ മർത്തബക്കാ കൊടുക്കല്, ആ മർത്തബിൽ ഞാൻ എത്തിയിട്ടുണ്ടോ എന്നെല്ലാം കൂടെ ഇവനെ ഇറക്കാൻ ഇങ്ങനെ അതൊന്നും നോക്കണ്ട. വല തർക്കനില മാ ലഹറമില്ലക്ക മിൻഹ, ഈ കാര്യങ്ങളിൽ നിന്ന് നിനക്ക് വല്ലതും ലാഹിറാകി തന്നെ അതിലേക്ക് നീ ചായാനും പാടില്ല. അത് ലക്ഷ്യം വെക്കാതെ തന്നെ കിട്ടിയാൽ എന്താ തെറ്റ്? ഫഇന്നദാലിക യഖദഹു ഫീ ഉബൂദിയ്യതിക, നിന്റെ അബ്ദു എന്നുള്ള പദവി ഉണ്ടല്ലോ അതിനെല്ലാം കോട്ടമാണ്. വലിദാ, ഇതുകൊണ്ടാണ് ഖാലു കുൻ ത്വാലിബൽ താലിബൽ ഇസ്തിഖാമ വലാ തകുൻ താലിബൽ കറാമ എന്ന് പറഞ്ഞത്. നീ ഇസ്തിഖാമത്തിനെയാണ് തേടുന്ന ആളാകേണ്ടത്, കറാമത്തിനെ തേടുന്ന ആളാകാൻ പാടില്ല. അത് കുറച്ച് മുമ്പും പറയും. അല്ലാഹു തആല നിന്നോട് തേടിയ എന്താണോ അതിനെ നീ അങ്ങോട്ട് തേടലാണ് ഏറ്റവും തേട്ടത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തേട്ടം. ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു അതാണ്. അല്ലാഹ് തന്നോട് തേടിയേ ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് നീ എനിക്ക് ആക്കി തരണം, തിരിച്ചു പറയാം. ഇതിനാണ് എനിക്ക് ഇന്നേന്റെ ഓണമെന്ന് പറയണ്ട. ഇസ്തിഖാമത്ത് നീ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതെന്നെ കൊണ്ട് സ്വന്തമാകുന്നതല്ല, നീ ആക്കി തരണം അങ്ങോട്ട് പറഞ്ഞു. അതാണ് ചോദ്യങ്ങളെ കൊണ്ട് ഏറ്റവും നല്ല ചോദ്യം.
വൈന്ന നഫ്സക തതഹറകു വതത്ലുബുൽ കറാമ, നിന്റെ നഫ്സ് ഇങ്ങനെ ഇളകിയിട്ട് കറാമത്തിനെ തേടുന്നു. വമൗലാക യത്ലുബുക ബിൽ ഇസ്തിഖാമ, നിന്റെ മൗല നിന്നോട് തേടുന്നത് ഇസ്തിഖാമത്തോടെ ജീവിക്കണമെന്ന്. ഫവറഅൻ തകൂന ബിഹഖി മൗലാക ഔലാ ബിക മിൻ അൻ തകൂന ബിഹദ്ദി നഫ്സിക, നിന്റെ നഫ്സിന്റെ ഹദ്ദുമായിട്ട് നീ കഴിഞ്ഞുകൂടുന്നതിനേക്കാളും മുന്തിയ ഏതാണ്? നിന്റെ മൗലയായ അള്ളാഹുവിന്റെ ഹക്കുമായിട്ട് കഴിഞ്ഞുകൂടലല്ലേ ഏറ്റവും നല്ലത്. അതോർത്ത് പിന്നെ മൂപ്പർ പറയുന്നു, അൽ ഹഖു ലൈസ ബിമഹജൂബിൻ വഇന്നമൽ മഹജൂബു അൻത അനിൻ നദരി ഇലൈഹി. ഹഖ് സുബ്ഹാനഹു വ തആല മഹജൂബേയല്ല, അവനെ ഹിജാബാക്കാൻ ആർക്കും സാധ്യവുമല്ല. ഹിജാബ് ആർക്കല്ലേ? നിന്റെ കണ്ണിനാ ഹിജാബുള്ള. നിന്റെ കണ്ണിന് തുണിക്കണ്ണും കെട്ടിയിട്ട് മറ്റേ സാധനത്തിനെ കാണില്ല എന്ന് പറഞ്ഞാണ് ഹിജാബ് ആരെ വാർത്താന്ന് നോക്കുന്നവന്റെ വാർത്ത ഹിജാബുള്ളത്. ഹിജാബ് വസ്ഫല്ലഹു സുബ്ഹാനഹു വ തആല, ഹിജാബ് എന്നത് അല്ലാഹു തആലാക്കുള്ളൊരു വസ്ഫയല്ല. വൈന്നമൽ മഹജൂബ് എന്ന് പറഞ്ഞാൽ അതിൽ മുത്തസിഫ ബിൽ ഹിജാബ് കൊണ്ട് വസ്ഫ ചെയ്യപ്പെടുന്നവൻ അന്തയാണ്. അതെന്തുകൊണ്ടാണ് ഹിജാബ് ഉണ്ടായത്? ഈ സിഫാത്തിക്ക് നഫ്സാനിയ, നിന്റെ നഫ്സാനിയ സിഫാത്താണ് നമ്മുടെ ആദിവായ സാധനങ്ങൾ. എന്തിനെ തൊട്ട്? അനിന്നവരിയിലെ അള്ളാഹുവിലേക്ക് നോക്കുന്നതിനെ തൊട്ട്. അതുകൊണ്ട് ഫഇൻ അറത്തൽ വുസൂല ഇലൈഹി, അള്ളാഹുവിലേക്കുള്ള വുസൂൽ നീ ഉദ്ദേശിച്ചാൽ ഇപ്പത്തെ കൊണ്ടോ വാതിൽ തുറന്നു വെച്ചാൽ മതി, സൂര്യപ്രകാശം കൊണ്ട് കയറിക്കോളൂന്നാ പറയുന്നു. സൂര്യപ്രകാശത്തിന് വിരിച്ചു വെച്ചൊന്നും വേണ്ട, ഈ വാതിലൊക്കെ തുറന്നാ പ്രകാശം കൊണ്ട് കയറും. അപ്പൊ പ്രകാശം മഹജൂബല്ല. നിന്റെ പറയാകുന്നതിന് ജനലും കർത്തനൊക്കെ ആക്കിയിട്ട് ആടെ അടച്ചിട്ട് ഹിജാബ് ഇട്ടത് കൊണ്ടാണ് പ്രകാശം കൊണ്ട് കയറി കിട്ടാത്തത്. ഇവിടെ ആവശ്യം എന്താ? ആ ജനലും വാതിലും തുറത്ത് കാറ്റും വെളിച്ചം കൊണ്ട് കയറും, ഓട്ടോമാറ്റിക്കലി കൊണ്ട് കയറും. അതിനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിലേക്കുള്ള വുസൂലിനെ നീ ഉദ്ദേശിച്ചാൽ, അവന്റെ ഹദറത്തിലേക്കുള്ള ദുഖൂലിനെയും നിർദ്ദേശിച്ചാൽ, നീ ആദ്യം ചെയ്യേണ്ടത് എന്നെ തടയുന്ന സിഫാത്ത് എന്തൊക്കെയാണ് എന്നിട്ടുള്ളത് നോക്കിക്കോടാ. അതിന്റെ വാദനം കുറയ്ക്കുന്നത് നഫ്സിന്റെ അയ്ബുകളെ പറ്റി ആദ്യം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്ക്. എന്നിട്ട് അതിനെ ചികിത്സയും കണ്ടെത്തുക. എന്ന് അത്തസിലു ഇലൈഹി, നീ അള്ളാഹുവിലേക്കുള്ള വുസൂലിയത്താകും. നിന്റെ ബസീറത്ത് കൊണ്ട് അവനെ മുസാഹ ചെയ്യാനും സാധിക്കും എന്നാണ് തീർന്നു. ഇത് പറയുന്ന മൂപ്പർ വന്നിട്ടുണ്ട്, അള്ളാഹു തആലാക്ക് ഹിജാബില്ല അല്ലെ? ഹിജാബ് ഉണ്ടായാൽ എന്താ വരാൻ പോകുന്നത്? അതിനാ മൂപ്പർ ദലീല കൊണ്ടേരും. ആദ്യം ഒരു ശർത്തിയായ കവിയ കൊണ്ടേരും, അതിന് മുഖദ്ദമും താലിയും കൊണ്ടുവരും. അങ്ങനെ മറച്ചു കൊണ്ടില്ല. നോക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് ഹിജാബ് ഇല്ല എന്ന അതിനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പർ ദലീൽ കൊണ്ടേന്ന് ലൗ ഹജബഹു ശൈഉൻ ലസതറഹു മാ ഹജബഹു. മുഖദ്ദമേതാ? ലൗ ഹജബഹു ശൈഉൻ. താലിയേതാ? ലസതറഹു മാ ഹജബഹു എന്ന് പറഞ്ഞത്. അല്ലാഹു തആലാന വല്ല വസ്തുക്കളും എന്തായി ഒരു ശൈഇ ഹിജാബ് ഇടുകയാണെങ്കിൽ അല്ലേ, അത് ലാസിമാകും. ഈ ഹാജിബായ വസ്തു ഉണ്ടല്ലോ, ആ ശൈഖ് അള്ളാഹുന്റെ സാത്തിറാക്കി മാറും. സാത്തിറാവേണ്ടി വരും. സാത്തിറാകുന്ന അവസരത്തിൽ സാത്തിറുന്ന സാധനത്തിന്റെ പോക്കെന്താണ്? അതിന് തടഞ്ഞിടല. ആ സാത്തിറാവുകയാണെങ്കിൽ അതിന് ഹാജറാവേണ്ടി വരും. അതായത് ആ ഭാഗം മറ്റൊന്നിനെ തൊട്ടിട്ട് തടയും പ്രകടമാകാതെ രീതി അതിനെ ഹെത്ര ചെയ്യും. പിന്നെ 3 ഭാഗം തുറന്ന് 4ാമത്തെ ഭാഗത്ത് ഒരു സാത്തിര കൊണ്ടുവച്ചാൽ ഈ ഭാഗം ഹെത്രൊന്നല്ലോ. അപ്പൊ സാത്തിര വന്നാൽ ഹെത്ര വെത്തലാദ്യമാണ്. ഹെത്ര വന്നാൽ ആ സാധനത്തിന് മറ്റേ വസ്തു ഈ മഹത്തൂറിനെ അപേക്ഷിച്ചിരുന്നുണ്ട്, അതിന് ശക്തി കൂടുതലാന്ന് വരും. അപ്പൊ അല്ലാഹുത്താല ശക്തി കുറഞ്ഞവനും മറ്റേ ശക്തി കൂടിയവനുമായിട്ട് വരും. അങ്ങനത്തെ ഒന്നും അല്ല മുഹാല. ഇത് ലൗ ഹജബഹു ശൈഉൻ ലസതറഹു. ആ അള്ളാഹു തആലാൻ എന്താക്കും? സാത്തിറാവേണ്ടത് മാ ഹജബഹു. ആരാണോ ഹിജാബ് സാത്തിറാകും. അതെന്തിനാ കൊണ്ടുവരുന്നത്? ഹിജാബ് ഉണ്ടായിക്കൂടെ? ഹിജാബ് ഉണ്ടാകല് വലിയ ആകല്ല നല്ലതല്ലേ? കണ്ടമാന ആളെല്ലാം കണ്ടിട്ട് ആ വീര്യം കുറയാതിരിക്കാൻ അതിനാണല്ലോ സ്റ്റേജിൽ വലിയ വെലുകീറ്റി വരുന്നത്.
വൈകിച്ച് വരികയും ആകെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ആളായിരിക്കണോ, പോജക്കന്മാരായിരിക്കണോ, അല്ലെങ്കിൽ വീര്യം ചുരുങ്ങിപ്പോകും. അതിന് മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾ നേരത്തെ കാലത്തെ വന്നിട്ട് കാത്തുനിന്നാല് അതിന് വീര്യം പോയില്ലേ. അപ്പൊ വലിയ വലിയ ഒരു ഹിജാബ് നല്ലല്ലേ, അത് അള്ളാഹ്ക്കും കിട്ടൂല എന്നാ പറയും. മൂപ്പർ ഈ കലാമ കൊണ്ട് തടുക്കുന്നുണ്ട്. മായു തവഹമു, തോന്നാൻ സാധ്യതയുള്ള ഒരു ബഹുമിരിയാണ്. ഇങ്ങനെ നിന്നതും ഇസ്തിഹാദത്തിൽ ഹിജാബ് ഫീ ഹഖീ തആല, അല്ലാഹു തആലയുടെ ഹഖിൽ ഹിജാബ് മുസ്തഹീൽ അല്ല. എന്തുകൊണ്ട് മുസ്തഹീൽ അല്ലാത്തത്? ആ മാന്റെ ബയാനാണ്. നിന്നതും ഇസ്തിഹാദത്തിൽ ഹിജാബ് ഫീ ഹഖീ തആല, അല്ലാഹു തആലയുടെ ഹഖിൽ ഹിജാബ് മുസ്തഹീൽ അല്ല എന്ന് തോന്നിയേക്കും. എന്തുകൊണ്ടാ മുസ്തഹീൽ അല്ലാത്തത്? ലിഅന്നൽ ഹിജാബ ഇന്നമാ യത്തഖിദുൽ ഉലമാഉ വറുഅസാഉ, വലിയ വലിയ മഹാന്മാരും നേതാക്കന്മാരും ഹിജാബ് ആക്കലുണ്ടല്ലോ. അന്നലക്ക് അല്ലാഹു തആല മഹാനായ നിലക്ക് ഹിജാബ് ഓനിക്ക് ആക്കാമല്ലോ. അതുകൊണ്ട് ഹിജാബ് ആക്കൽ മുസ്തഹീൽ അല്ല എന്ന് തോന്നിയേക്കും. അത് മറ്റൊരാളാക്കുന്ന ആക്കിക്കോട്ടെ, അല്ലാതെ കിട്ടൂല. ഏതുപോലെ മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് കമാലായി തോന്നുന്ന സാധനം അല്ലാഹു തആലക്ക് കമാലായിക്കൊള്ളുന്നില്ല. നമുക്ക് വേറൊരു മക്കളും കുടുംബക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആലക്ക് തൊമ്പൂട്ടാക്കാൻ നുക്സാനായി മാറും. അതേപോലെ തന്നെ ആ ഇത്തിഹാദുൽ ഹിജാബ് എന്നുള്ളതുണ്ടല്ലോ, ഒരു ഉന്നതത്തെയും അളമത്തിനൊക്കെ അറിയിക്കൂലേ. അതുകൊണ്ട് അല്ലാഹു തആലക്ക് നക്കത്തഞ്ചിനെ വരിക എന്നുള്ള ഒരു തോന്നല തടുക്കാനാണ്. അങ്ങനെ പറ്റൂല. ഹിജാബായ താത്തരാവൻ ലാസ്യമായി പോകും. താത്തരാവൻ നുക്സാൻ തന്നെയാണ്. താത്തരാവേണ്ടി വരും. അത് ചോദിക്കും, താത്തരായാൽ എന്താ കുഴപ്പം? അപ്പോഴല്ല രാജ്യം എടുത്തിട്ട് ഇവിടെ എന്താക്കി മുക്കദ്ദമാക്കി വെച്ചു. വലവുക്കാനലഹു സാത്തിറുൻ, അല്ലാഹു തആലക്ക് സാത്തിറുണ്ടാവുകയാണെങ്കിൽ ലക്കാനലി ബുജൂദിഹി ഹാസിറുൻ, അവന്റെ ബുജൂദിന് ഹാസിറുണ്ടാവേണ്ടി വരും. അത് മറ്റൊരു രാജ്യമായി. അവിടെ ബുജൂദ് ഉദ്ദേശം താത്തിണ്ട് എന്നല്ലാണ്ട് ബുജൂദിനെ എത്ര ബുജൂദ് ഒരു ഹാലോ സിഫത്തോ തുടങ്ങിയാണെങ്കിൽ അതിന് ഹാസിർ പറയാൻ പറ്റൂല. പണ്ടേ പറഞ്ഞല്ലോ ബുജൂദ് എന്ന് പറഞ്ഞാൽ അതിന് താത്ത് ഒന്നാണ്, അല്ല താത്തി. എന്തുകൊണ്ട് ഒരു സത്തറ് രാജ്യമാക്കും. എന്തിനെ? ഇൻഹിസാറിനെ, പരിമിതപ്പെടുത്തന്നെ. എന്തിനെ പരിമിതപ്പെടുത്തൽ? അൽ മസ്തൂറിനെ ആ സത്തിൽ ഹസറാക്കലിനെ എന്താക്കും? ലാസിമായി തരും. മസ്തൂറിന് ഒന്നിച്ച് വായിക്കരുത്. മസ്തൂറായ വസ്തുവിനെ സത്തിരൽ ഹസറാക്കൽ ലാസിമാക്കി വരും. ഇതല്ല ഇത്. ഒരു സാധനം കുറിച്ച് കഴിഞ്ഞാൽ ഈ സത്തിറിലേക്ക് മറ്റേനെ ഹസറാക്കിൽ വന്നില്ലേ? അതാ വകുല്ലു ഷൈഇൻ ഹാസിറുൻ ലിശൈഇൻ, വകുല്ലു ഹാസിറുൻ ലിശൈഇൻ, അത് പുതിയൊരു മുഖത്തമാണ്. ില്ലേ വകുല്ലു ഹാസിറുൻ ലിശൈഇൻ ഫഹുവ ഖാഹിറുൻ ലഹു, ഏത് വസ്തുവിന് ഹാസിർ വന്നു കഴിഞ്ഞാലും അത് അതിനെ കാഹിറായിട്ട് മാറും. അപ്പൊ അത് കാഹിറാകുമ്പോൾ അല്ലാഹു തആല മഖ്ഹൂറായിട്ട് മാറേണ്ടി വരും. യഥാർത്ഥത്തിൽ ആ സത്തിറിന്റെ അപ്പുറമുള്ള സാധനത്തിന് തടിയുന്നുണ്ട്. ആ മഹല്ലവത്തെന്താണ് അടിച്ചിരിക്കുന്നത്? പുറത്ത് പ്രകടമാകാതിരിക്കല്. കബലത്തെ ഈ ഹാസറായ വസ്തുവിന്റെ കബലത്തിൽ അതിനെ മാറ്റിക്കളയും ചെയ്യും, അതിന്റെ ഹുക്മിന്റെ കീഴിലും. അത് അല്ലാഹു തആല ശരിയാകൂല. എല്ലാ ഇബാദിനേക്കാളും അല്ലാഹു തആലയാണ് കാഹിർ എന്നാ പറഞ്ഞത്. അപ്പൊ അല്ലാഹു തആല മഖ്ഹൂറാവുകയും മറ്റു വസ്തു കാഹിറാവുകയും ചെയ്ത് പരിപാടി പറ്റൂല. ഇവിടെ ഫൗഖൻ ഇബാദിഹി എന്ന് പറയുമ്പോൾ ഫൗഖ് എന്നുള്ള സാധാരണ ഒരു മക്കാനെ, ഒരു സ്ഥലത്തിനെ സൂചിപ്പിക്കലല്ലേ. ആ മക്കാനല്ല ഉദ്ദേശം. ഫൗഖിയ്യത്തു മക്കാനത്താണ്, ജലാലത്തുമാണ്. ലാ മക്കാൻ, മക്കാനായ എന്ന ഫൗഖ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് മുത്തശാബിഹായ വാക്കൈപ്പോയതുകൊണ്ടാണ് ഉപ്രാവിനെ തെളിവിൽ കൊടുക്കുന്നത്. അതവിടെ തീർന്ന് ഇനി ഒരു ചോദ്യം മത്തിനുണ്ട്. എന്താണ്? ഇൻ കുൻത കൈഫ ജഅലൽ ഹജ്ബ മൽസൂമൻ വസിത്ര ലാസിമൻ. ഇവിടെ ചോദ്യം എന്താണ്? ഹജബ സത്തറ എന്ന ഭാഷാപത്തി പറഞ്ഞ രണ്ടു വരെയും അതിനർത്ഥം. ഹജബ സത്തറ മറ്റൊന്നല്ലേ അല്ലേ? ഇവിടെ ഹജബ എന്നുള്ളത് മൽസൂമും ഹജിബിനാൽ ഉണ്ടായിത്തീർന്ന മറ്റൊരു കാര്യമാണ്. സത്തറ് നാമപ്പുറം അത്രയ്ക്കുണ്ടാകും. മുഖദ്ദമും താലേക്ക് കൊണ്ടിരുമ്പോൾ അതാ വരുന്നത്. ഭാഷാ അർത്ഥത്തിൽ എന്തായാലും മുഖദ്ദമും ഷർത്തും ജവാബും ഒന്നായി. അതിന് ഹാജിബ് ഉണ്ടാവുകയാണെങ്കിൽ ഹാജിബ് ഉണ്ടാവുന്ന സ്ഥാനത്താണ്.
ഹജബ സത്ര ഒറ്റ മാന. അപ്പൊ ഞാൻ എണീച്ചു എന്ന് പറഞ്ഞാൽ മഴയിൽപ്പെടും. ഹജബ സത്ര ഒന്ന്, സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കലല്ലോ, നിൽക്കൽ എന്ന് പറഞ്ഞാൽ നിൽക്കാണല്ലോ. അപ്പൊ ഞാൻ നിന്നാൽ ഞാൻ സ്റ്റാൻഡ് ചെയ്യില്ലാളായി എന്ന് പറഞ്ഞാൽ മുഖദ്ദമും താരിയും തമ്മിൽ വ്യത്യാസമില്ലല്ല. അപ്പൊ പിന്നെങ്ങനെയാണ് ഹജബക്ക് ഒരർത്ഥം വേറെയും സത്രക്ക് വേറെ അർത്ഥം കൊടുത്തിട്ട് വേണം മുഖദ്ദമും താരിയാക്കാൻ? അല്ലെങ്കിൽ ചെറുത്തും ജവാബ് ഒന്നാവും. ചെയ്യുന്നുണ്ടോ? ജാലൽ ഹജബ മൽസൂമൻ സത്ര ലാസിമായി. അത് ഒന്നാമത്തെ മക്കാരിയിൽ യഥാർത്ഥ അന്നൽ ഹജബ ഹുബസത്തു ഹജബു സത്രു ഒന്നാണ്, മുസാബിയാണ്. പുൽത്തു അതിന് മറുപടി പറയുന്നത് മഅനൽ ഹജബി ഇന്നമാ യുസ്ഇറു ഫിൽ ഉർഫി ബിമാ തഖദ്ദമ മിൻ അൽ-റിഫഅത്തി വൽ അളമതി വലാ യുസ്ഇറു ബിഹസ്രിൽ മഹജൂബ്. അപ്പൊ ഇങ്ങനെ ആക്കാൻ കാരണം ഹജബിന്റെ മാനുണ്ടല്ലോ, ലൗ ഹജബഹു എന്ന് പറഞ്ഞ ആ ഹജബൻ ഇന്നമാ യുസ്ഇറു ഫിൽ ഉർഫി, ഉറഫിലാണ് അറിയിക്കൽ. എന്തുകൊണ്ട് അറിയിക്കൽ? ബിമാ തഖദ്ദമ റിഫഅത്ത് അളമത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഉറഫിലാണ് അറിയിക്കൽ. എന്നല്ലാണ്ട് വലാ യുസ്ഇറു ബിഹസ്രിൽ മഹജൂബ്, മഹജൂബായ സാധനത്തിന് ഹസർ ചെയ്യൽ എന്നത് ഉറപ്പിൽ അറിയിക്കലില്ല. ഒന്ന് മാന ഷത്രി അയല്ലക്ഷ്, ഷത്രിന്റെ മാന അക്ഷമലാണ്. അതെങ്ങനെ? ഫഹുവല്ലദി യൽസമുഹു മൻഹിസാലിൽ മഹജൂബി. മഹജൂബ് മുൻഹസ്റാവൽ എന്ന് പറഞ്ഞില്ലേ, ഹാജിബ് ഉണ്ടാക്കി അത് ഷത്രിന്റെ മാനയിലുണ്ടാവില്ല. അതുകൊണ്ട് ഫജഅല ലാസിമൻ ഫി ശർത്തിയ്യത്തിൽ ഊല, ഒന്നാമത്തെ ശർത്തിയ്യത്തിൽ ഷത്ർ നോബ് ലാസിമാക്കി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഹജബഹു സത്രഹു എന്ന് പറഞ്ഞില്ലേ, ഹജബഹൂന സത്തറഹൂ എന്ന് പറഞ്ഞത് ആ കാരണത്തിന് വേണ്ടിയിട്ടാണ്. അതിനാ ലിയജഅല മൽസൂമൻ ഫിത്താനിയതി, രണ്ടാമത്തെ ജുംലേതാ ശർത്തിയ. ലൗ വലൗ കാന ലഹു സാത്രൻ ലകാന ലിവുജൂദിഹി ഹാസിറുൻ എന്ന ശർത്തിയ കൊണ്ടുവരണമെങ്കിൽ ആ രീതി കൊണ്ടുവന്നാലേ ശരിയാവും. ഭാഷാർത്ഥത്തിൽ ഹജബൈ സത്ര ഒന്നാണ്. പക്ഷെ ഉറപ്പിൽ എന്താ അറിയിക്കും? ഹജബ എന്നുള്ളത് ഒരു അപസ്തമൽ അറിയിക്കുന്നുണ്ട്. വിഫഅത്ത് അളമത്തിന്റെ പോലെ അറിയിക്കുമല്ലോ. അതിനാൽ ഹസനുണ്ടെന്ന് വരില്ല. അങ്ങനെ വെച്ചാൽ അത് അങ്ങനെ ആക്കിയത് കൊണ്ട് അതിന്റെ കള്ളി. വൽമാന അന്നാ ലൗ നവർന മാ തഖ്തളീഹി അളമതുഹു സുബ്ഹാനഹു വതആല മിൻ സുബൂത്തിൽ ഹിജാബി. ചുരുക്കം പറയട്ടെ, നമ്മൾ അള്ളാഹുവിന്റെ അളമത്ത് ആയ ആ തോന്നൽ തടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒന്നാമത്തെ ചർച്ച ഉണ്ടാന്ന് പറഞ്ഞല്ലോ. അളമത്തിന്റെ ഹിജാബ് ആകാമല്ലോ. അളമത്തിന്റെ ഹിജാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പിലേ അറിയിക്കുന്നുള്ളൂ. ഹിജാബ് അളമത്ത് ഉണ്ടെന്ന് വരുന്നുള്ളൂ. ഭാഷ അതിലെ അർത്ഥം വരുന്നില്ല. അന്നാ ലൗന പറഞ്ഞ മാ തഖ്തളീഹി അളമതുഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആലക്ക് അളമത്തുണ്ട്. ആ അളമത്ത് തേടുന്ന എന്താണ്? മീൻ സുബൂത്തിൽ ഹിജാബിനെ തേടുന്നുണ്ട്, ഹിജാബ് ഉണ്ടാക്കണം. അങ്ങനെ വന്നാല് ലക്കാന ലഹു സാത്തിറുൻ, അവന് സാത്തിറുണ്ടാവേണ്ടി വരും എന്നാണ് അർത്ഥം കൊണ്ടുവന്നത്. അപ്പോൾ ഒന്നാമത്തെ ഹിജാബ് ഇപ്പൊ എന്തായിന്നറിയോ? അളമത്ത് കൊണ്ടുണ്ടായി തീരുന്ന ഹിജാബ് എന്ന അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും രണ്ടായി മാറിയില്ല. ഉറപ്പനുസരിച്ചിട്ട് ഹിജാബിന്റെ ഹിജാബിന്റെ മാനയില് റിഫഅത്ത് അളമത്ത് മുതലായതുണ്ട്. ഭാഷാർത്ഥത്തിൽ ഇല്ലെങ്കിലും അവിടെല്ലേ രാജാക്കന്മാരൊക്കെ ഹിജാബ് ഉണ്ടാക്കി വെക്കുന്ന പറഞ്ഞില്ലേ, ഒരു പെട്ടെന്ന് വന്നപാടെ പോകുന്നു, ആദ്യം പ്രത്യക്ഷമായി നിൽക്കുന്നില്ല, വന്നാൽ തന്നെ ഇവിടെ അകം ബുദ്ധിമുട്ട് വരുള്ളൂ. അപ്പോൾ ഹിജാബ് എന്നുള്ളത് അളമത്തോട് കൂടിയുള്ള ഹിജാബ് ഹജിബ് എന്ന് വെക്കുമ്പോൾ സത്ർ എന്നുള്ളത് അതിനേക്കാൾ ആമായി മാറി. അപ്പൊ മുസാബിയായത് പോയി. അപ്പൊ തഗായൽ മുഖദ്ദമു വത്താലി ബിഹാദ തഗ്വീൽ, ഈ തഗ്വീൽ പ്രകാരം മുഖദ്ദമും താലി രണ്ടും രണ്ടായി തീർന്നു. മുഖദ്ദമ ഹജിബയും സത്രയും തമ്മിൽ വ്യത്യാസപ്പെട്ടു.